ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളോടൊരുമിച്ച് ഈ വിശുദ്ധ ദിവസത്തിൽ ഹൃദയം നിറഞ്ഞ് കർത്താവിനെ ആരാധിക്കാൻ എനിക്കും കർത്താവ് ഒരുക്കിയ ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വെള്ളിയാഴ്ച മുതലുള്ള മീറ്റിങ്ങുകളിൽ കർത്താവിൻ്റെ വചനം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവാവസരങ്ങൾ നൽകി തന്നു. എല്ലാം സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ഡാനി പാസ്റ്റർ, തൻ്റെ കുടുംബം, ഈ സഭയിലെ എല്ലാ ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കെല്ലാം പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിത്തീരാം. ഒരു ഓർത്തഡോക്സ് യാക്കോബായ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. 15-ാമത്തെ വയസ്സിൽ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി തന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. ഞാൻ സ്നാനപ്പെട്ടതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം തന്നെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചു. അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഞാൻ ബികോമിന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആദ്യത്തെ വർഷം തന്നെ ഞങ്ങളുടെ സഭയിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചപ്പോൾ കോളേജിൽ പോകാതെ 21 ദിവസവും ദൈവസന്നിധിയിൽ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിലിരുന്നു. 17-ാമത്തെ ദിവസം ദൈവം തൻ്റെ കൃപാവരത്താൽ എന്നെ നിറയ്ക്കാനായിട്ടിടയായി. അന്ന് തുടങ്ങിയ പ്രസംഗം ഇന്നും തുടരുവാൻ ദൈവം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ കർത്താവിന്റെ വിലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇന്ന് ശുശ്രൂഷകനാണ് അവിടെ ആലയം പണിയാനായിട്ട് അതിന്റെ സാങ്ഷനായിട്ട് കളക്ടറേറ്റ് ചെന്നപ്പോൾ അത് സ്റ്റേ ചെയ്തു. നീണ്ട 2.5 വർഷം പ്രാർത്ഥിച്ചു. വീണ്ടും സാങ്ഷൻ ലഭിച്ചു. അതിന്റെ പണി നടക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ വിശേഷമായി ചോദിക്കുന്നു. നാട്ടിൽ സ്ഥലത്ത് വരണം. ഞങ്ങളുടെ ആരാധന പല ഭാഷകളിലും ഒരു പദം ഈ പദത്തിൽ ഒരു വളർത്തനായി തന്റെ യജമാനനെ എന്തെല്ലാം പ്രകടനങ്ങൾ നടത്തുമോ ഇതിന് കൊടുക്കുന്ന പദമാണ് പ്രോസ്ക്യൂരിയോ എന്നുള്ള പദം. ഒന്നുകൂടെ ഒരു വളർത്തനായി തന്റെ യജമാനന്റെ മുമ്പിൽ നടത്തുന്ന സന്തോഷ പ്രകടനത്തിനാണ് മൂലഭാഷയിൽ പ്രോസ്ക്യൂരിയോ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ആരാധനയാണ്. കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ ജീവിതത്തിന്റെ ആരംഭ സമയം മുതൽ ഇന്ന് വരെ നമ്മെ നടത്തിയ കണ്ടോ ആ വളർത്തനായ ആഹാരം കൊടുക്കുന്ന, വെള്ളം കൊടുക്കുന്ന, സ്നേഹിക്കുന്ന യജമാനനെ കാണുമ്പോൾ ശബ്ദമുണ്ടാക്കുന്നു, വാലിട്ടാട്ടുന്നു, അവൻ സ്തോത്രം കുരയ്ക്കുന്നു, ശബ്ദ പ്രകടനങ്ങൾ നടത്തുന്നു, എന്തെല്ലാം ഭാവവ്യത്യാസങ്ങളാണ് ഉണ്ടാകുന്നത്. ഇത് ആരാധനയെ സംബന്ധിക്കേണ്ടത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ചിലപ്പോൾ നമ്മൾ കൈ ഉയർത്തി ആരാധിച്ചെന്ന് വരും, ചിലപ്പോൾ നമ്മൾ കൈ അടിച്ചെന്ന് വരും, ചിലപ്പോൾ ശബ്ദം എടുത്തെന്ന് വരും, ചിലപ്പം കരഞ്ഞെന്ന് വരും. സ്തോത്രം 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 സ്തോത്രം. അടുത്തിരിക്കുന്ന ആളിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുവാൻ വേണ്ടി അല്ല. ആമൻ. ഹൃദയം അകത്ത് നിറഞ്ഞു കഴിയുമ്പോൾ നാം എടുത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുക. ഇന്നത്തെ ആരാധനയില് പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രേരിപ്പിക്കുന്നു അതനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ ദൈവിക അനുഗ്രഹങ്ങളും ചെറുതല്ല, നമുക്ക് വേണ്ടി വൻകാര്യം ചെയ്യാൻ കർത്താവ് ശക്തൻ.
ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പണ്ടൊരു രാജ്യത്ത് വലിയ വറവെന്ന് വെച്ചാൽ ഉണക്ക്. മഴ പെയ്യുമ്പോഴത്തേക്ക് കിണറുകളെല്ലാം പറ്റി, ജലാശയങ്ങളെല്ലാം പറ്റി, ഭയങ്കര ചൂട്. രാജാവിന് ചൂട് സഹിക്കാൻ വയ്യ. അപ്പൊ ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല, എന്തെങ്കിലും വഴിയുണ്ടാകും. മഴ പെയ്യുന്നില്ല. അപ്പൊ ആ രാജ്യത്ത് നല്ല ബുദ്ധിമാനായിട്ടുള്ള മന്ത്രി, ഞാൻ ദൂത് പറയാനാണ്, ബുദ്ധിമാനായൊരു മന്ത്രിയുണ്ട്. ഇദ്ദേഹം തീരുമാനിച്ചു, കാട്ടിൽ പച്ചപ്പുള്ള സ്ഥലങ്ങളിൽ ചെറിയ സ്തോത്രം നീരൊഴുക്കുകൾ അത് കൊട്ടാരത്തിന് ചുറ്റും കൊണ്ടുവന്നു. അതിനുവേണ്ടി തോട് വെട്ടി ഈ കൊട്ടാരത്തിന് ചുറ്റും വരത്തക്കനിലയില് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൊണ്ട് റൗണ്ട് ചെയ്തു വരത്തക്കനിൽ തോട് കൊണ്ടു. അപ്പൊ അവിടുന്ന് വെള്ളം പതുക്കെ ഒഴുകി ഈ കൊട്ടാരത്തിന് ചുറ്റും തോട്ടിൽ വന്ന് നിറഞ്ഞപ്പോ ഒരു സന്ധ്യാസമയായപ്പോ ചെറിയ കാറ്റടിച്ചപ്പോ സ്തോത്രം രാജാവിന്റെ മനസ്സങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ബുദ്ധിമാനായ മന്ത്രിയാണ്. പക്ഷെ കുറെ ദിവസം കഴിഞ്ഞപ്പോ ഈ തോട്ടിലെ വെള്ളം വച്ചു. എന്താ ചെയ്യുന്നത്? അപ്പൊ ഈ മന്ത്രി ഓർഡർ ഇടുവാനായിട്ട് എവിടൊക്കെ വെള്ളമുണ്ടോ അവിടെ നല്ല നല്ല പ്രജകൾ, നിങ്ങൾക്ക് എങ്ങനെ വെള്ളം കൊണ്ടുവരാൻ പറ്റുമോ അതനുസരിച്ച് വെള്ളം കൊണ്ടുവന്ന് ഈ തോട്ടിൽ ഒഴിക്കാം. സ്തോത്രം. രാജകൽപ്പന ഇവിടെയാണ്. പാളുകളൊക്കെ വലിയ കാളവണ്ടിയൊക്കെ പിടിച്ച് വലിയ അണ്ടാവിനകത്ത് കാട്ടിലൊക്കെ പോയി വെള്ളം നിറച്ച് കൊണ്ടുവരികയും ഓരോരുത്തര് കിട്ടുന്നതനുസരിച്ച് വലിയ കലമൊക്കെ കൊണ്ടുവന്നു, വലിയ ബക്കറ്റിനകത്ത്. സ്തോത്രം. എല്ലാരും കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. സ്തോത്രം. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അവിടെ ചില വില്ലന്മാരുണ്ട്. രാജകൽപ്പന ധിക്കരിക്കാൻ പറ്റത്തില്ല. അവർ ഈ സെന്റിനകത്ത് വെള്ളം നിറച്ച് പോക്കറ്റ് ഇട്ടിട്ട് അവിടെ വന്നു. സ്തോത്രം. ഇദ്ദേഹവും വെള്ളം കൊണ്ടുവന്നു. എത്ര കൊണ്ടുവരണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇദ്ദേഹവും വെള്ളം കൊണ്ടുവന്നു. സ്തോത്രം. അപ്പൊ ഈ വെള്ളമെല്ലാം കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോ ഒരു ചെറിയ തണുപ്പാണ് വന്നപ്പോ രാജാവിന്റെ ഹൃദയം അങ്ങ് സന്തോഷിച്ചു. ഭയങ്കര സന്തോഷം. വലിയ സദ്യയൊക്കെ ഒരുക്കി പോകാൻ നേരത്തെ രാജാവ് ഓർഡർ ഇടുവാനായിട്ട് എത്ര കഷ്ടപ്പെട്ടാണ് ഇവരെ വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളം കൊണ്ടുവന്നു. അതുകൊണ്ട് വെറും കൈയായിട്ട് പോകരുത്. അവരേത് പാത്രത്തില് വെള്ളം കൊണ്ടുവന്നു രാജഭണ്ഡാരത്തിന്റെ ട്രഷറി തുറക്കാൻ പറഞ്ഞു. സ്വർണ്ണ നാണയങ്ങൾ നിറച്ചു കൊണ്ടുവന്നു. സ്തോത്രം. അപ്പം വലിയ അണ്ടാവിനകത്ത് കാളവണ്ടിയൊക്കെ പിടിച്ച് സ്തോത്രം വെള്ളം കൊണ്ടുവന്നതിന് ഭയങ്കര സന്തോഷം. അത് നിറച്ചെന്താ കിട്ടുക? അയ്യോ, നിങ്ങളുടെ മുഖത്തൊരു സന്തോഷമില്ല. അദ്ദേഹത്തിന് സ്വർണ്ണനാണയം കിട്ടിയ ഞാനൊരു ദൂത് പറയാനാ വരുന്നത്. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. ഹൃദയം അങ്ങ് നിറഞ്ഞു. ബക്കറ്റിനകത്ത് കലത്തിനകത്ത് കൊണ്ടുവന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. നിറച്ച സ്വർണ്ണനാണയം. സെന്റ് കുപ്പിക്കകത്തേ വെള്ളം കൊണ്ടുവന്നവരുണ്ട്. അവൻ നെഞ്ചത്തടിച്ചു, ദൈവമേ ഇച്ചിരൂടെ വലിപ്പമുള്ള ഒരു പാത്രമായിരുന്നെങ്കിൽ എന്റെ കടമ അറിയാനേ, ഞാൻ ദേശത്തിൽ ഉന്നതനായി തീർന്നേനെ. ഇന്ന് രാവിലെ സമയം ഇതെന്തിനാ പറഞ്ഞെന്നറിയാമോ? രാജാതിരാജാവിനെ ആരാധിക്കുവാൻ, അവിടുത്തെ മനസ്സിന്ന് പകലൊന്ന് സന്തോഷിക്കുവാൻ ദൈവമക്കൾ ഇവിടെ വന്നിരിക്കുകയാണ്. നീ വന്ന നിലയിൽ നിന്റെ പാത്രത്തിന്റെ അളവനുസരിച്ച്, നിന്റെ നിലവാരം അനുസരിച്ച് ഇന്ന് പകൽ നിറയ്ക്കുന്ന ഒരു നിറവിന്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാവിലെ സമയം സ്തോത്രം ചെയ്യണം. ബന്ധനം അഴിയാനല്ല നമ്മൾ ആരാധിക്കുന്നത്, പക്ഷെ ആരാധിച്ചാൽ ബന്ധനം അഴിയും. അനുഗ്രഹിക്കുവാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ആരാധിക്കുന്നത്, പക്ഷെ ആരാധിച്ചാൽ അവൻ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. രോഗസൗഖ്യം ഉണ്ടാകാനല്ല നമ്മൾ കൈയടിക്കുന്നത്, പക്ഷെ നമ്മൾ ആരാധിച്ചാൽ ഇന്ന് പകൽ രോഗസൗഖ്യം ഉണ്ടാകണം. ശത്രുഭാഗതമൻ ഈ ദേശത്ത് കൂച്ചുവിലങ്ങുകൾ ഇട്ടുകൊണ്ട് ദൈവമക്കൾക്കെതിരെ വെല്ലുവിളിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാര ശക്തികൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറുന്ന പകൽക്കാലമാ. കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മമണ്ഡലത്തിൽ ശക്തിയോടെ അത്ഭുതവിഷയങ്ങൾ സ്തുതിച്ചാരാധിക്കാം. റമ്മന ഹന്തര അതൽ കമന ഹടക ധനക്ഷസിയ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ
അന്യഭാഷയിൽ ആരാധിച്ചു തുടങ്ങ. ആ ശബ്ദം വിട്ടുകൊടുക്ക്. നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക. ഞാനതിനെ നിറയ്ക്കാമെന്ന് ദൈവത്തിന്റെ വചനമാണ്. വായി തുറന്ന് ദൈവത്തെ ആരാധിക്ക്. ഇന്ന് വരെ പറയാത്ത ചില ഭാഷകൾ, ചില പുതിയ ഭാഷകൾ, ചില നാവിന്റെ മേൽ ഇന്ന് പകൽ ദൈവാത്മാവ് കൈമാറിയ അവൻ ശത്രുവാകുന്നവൻ കരമടിക്കുവാൻ കഴിയാതെ അവൻ ശരീരത്തിന്മേൽ അസ്വസ്ഥതയിട്ട് യാതൊരു അന്യായ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. തലമുറയുടെ മേൽ ഇന്ന് പകൽക്കാലം അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കട്ടെ. വചനം അവിടെ ഉള്ളിൽ കർത്താവ് നിറയ്ക്കട്ടെ. ഭക്തി കൊണ്ട് നിറയ്ക്കട്ടെ. ആത്മാവിൽ ആരാധിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇന്ന് പകൽ മടങ്ങി പോകുന്നത് വന്നതുപോലെ ആകരുത്. ഇന്ന് പകൽ മടങ്ങി പോകുന്നത് അവൻ ശരീരത്തിന്റെ ബുദ്ധിമുട്ടോടെ ആകരുത്. ഇന്ന് പകൽ മടങ്ങി പോകുന്നത് ചില വിഷയത്തിന് പരിഹാരമുണ്ടാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജനത്തിന്മേൽ അഭിഷേകം. പരിശുദ്ധ പിതാവേ, സാന്നിധ്യം ഞങ്ങൾ വ്യക്തമായിട്ട് അനുഭവിക്കുന്നു. വചനത്തിന്റെ വാതിൽ തുറക്കണം. ഈ സഭയെ വർദ്ധിപ്പിക്കണം. കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ ശക്തമായിട്ട് ഉപയോഗിക്കണം. ദാസന്മാരെ ഉപയോഗിക്കണമേ കർത്താവേ. മേൽക്കുമേൽ സഭയെ ബ്ലെസ് ചെയ്ത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഞാൻ ഈ പ്രാർത്ഥിച്ചു സമയം തന്നെ പരിശുദ്ധാത്മാവ് സഭയോടുള്ള ബന്ധത്തിൽ ഒരു ദൂത് പറയാൻ പ്രാരംഭത്തിലെ നിയോഗം മീഖായിയുടെ പ്രവചനം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ ഈ സഭയുള്ള ദൈവത്തിന്റെ ദൂത പരിശുദ്ധാത്മാവ് പറയാൻ പോകുന്നത്. വേഗത്തിൽ ശബ്ദമുയർത്തി മീഖ പ്രവചനം 2:13-12 വാക്യം. മീഖ chapter 2 verses 12 and 13. പരിശുദ്ധാത്മാവ് പറയുന്നു, യാക്കോബേ, ഞാൻ നിനക്കുള്ളവരെയൊക്കെയും ചേർത്തുകൊള്ളും. ശേഷിപ്പുള്ളവരെ ഞാൻ ശേഖരിക്കും. രാവിലെ സമയം പരിശുദ്ധാത്മ പറയുന്നു, വ്യത്യസ്തമായ ആത്മാവിന്റെ കാഴ്ചപ്പാടും ആത്മാവിന്റെ മണ്ഡലവുമായിരിക്കും ഈ സഭയിൽ നടക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മ പറയുന്നു, ആട്ടിൻകൂട്ടത്തെ പോലെ തുള്ളിച്ചാടുന്ന, മേയുന്ന, സന്തോഷിക്കുന്ന, വചനത്തിലും ആത്മാവിലും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ഈ പ്രദേശത്ത് പരിശുദ്ധാത്മാവ് ഒരുക്കിയെടുക്കാൻ പോകുന്നത്. അടുത്ത വാക്യം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ആൾപ്പെരുപ്പം ഹേതുവായിട്ട് അവിടെ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ആൾപ്പെരുപ്പം ഹേതുവായിട്ട് അവിടെ മുഴക്കമുണ്ടാകും. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഇവിടെ ഉയരുന്ന സ്തുതിയുടെ ശബ്ദത്തിൽ, ഇവിടെ ഉയരുന്ന ആരാധനയുടെ ശബ്ദത്തിൽ, ഇവിടെ വരുന്ന ദൈവമക്കളുടെ ബാഹുല്യം നിമിത്തം വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ ആരവാരത്തിന്റെ, സന്തോഷത്തിന്റെ, ആൾപ്പെരുപ്പം ഹേതുവായി മുഴക്കമുണ്ടാകും. വിശ്വസിക്കുന്നവന് സ്തോത്രം പറയണം. സഭയോടുള്ള ദൂത ദൈവമ്മ പറയുന്നത്. അടുത്ത വാക്യത്തിൽ ഒരു ദൂത് കൂടെ പറഞ്ഞ് നമുക്ക് സന്ദേശത്തിലേക്ക് കടക്കാം. അടുത്ത വാക്യം ഇന്ന് രാവിലെ സമയം ശ്രദ്ധിക്കണമേ. തകർക്കുന്നവൻ അവർക്ക് മുമ്പായി. അപ്പൊ ശ്രദ്ധിച്ച ഒരു ദൂത് പറയാനാണ് നിൽക്കുന്നത്. തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടുന്നു. ഏകവചനമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അടുത്ത പദം ശ്രദ്ധിച്ചേ, ബഹുവചനത്തിലാ പറയുന്നത്. എന്താ വാക്യത്തിന്റെ അർത്ഥം? നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ, വിഷയങ്ങളുടെ നടുവിൽ തകർക്കുന്ന രാജാവാകുന്ന കർത്താവ് ഒന്ന് നട്ടകൊള്ളും. ആ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ അവർ തകർത്ത്
ഗോപുരത്തിൽ കൂടെ കടക്കും. ദൂത് ഞാൻ പറയാം, ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ദൈവമക്കൾ ചേർന്ന് ആരാധിക്കുമ്പോൾ, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ കടന്നു പോകുമ്പോൾ, ചെറുതും വലുതുമായ സകല വിഷയങ്ങളെ ഇന്ന് മകൾ തകർത്ത് മാറ്റിക്കൊണ്ട് സഭയ്ക്കൊരു ജൈത്രയാത്ര മുൻപോട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് മകൾ ദൂത് പറയുമ്പോൾ ഏറ്റെടുക്കുന്നവർ സ്തോത്രം ചെയ്യട്ടെ. അവിടെ രാജാവ് അവർക്ക് മുമ്പായും യഹോവയുടെ അവൻ സ്തോത്ര തലയ്ക്കലും നടക്കും. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ദൂത് സഭയോടുള്ള ദൈവത്തിന്റെ ദൂതാ പറഞ്ഞത്. വിശ്വസിക്കുന്നവർ അക്കാരമുയർത്തി, അക്കാരമടിച്ച് കരമടിച്ച് കരമടിച്ച് അതിവിടെ സംഭവിക്കട്ടെ. ആൽപ്പരിപ്പം ഹേതുവായി ഒരു മുഴക്കം ഇവിടെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. വളരെ പ്രാർത്ഥനയോടെ കഴിഞ്ഞ രാത്രി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വേദഭാഗത്തിന്റെ മറ്റൊരു ഭാഗം ചിന്തിക്കുക. 10-ാം അധ്യായം മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒരാഴ്ചത്തെ കണ്ടിന്യൂസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അത്രയും എടുക്കാൻ സാധിക്കില്ല. ചില ഭാഗങ്ങൾ മാത്രമേ അവിടെ ഇവിടെയൊക്കെ നമുക്ക് തൊടാൻ സ്തോത്രം. പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി അഖായ പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന വേളയിൽ കൊരിന്ത് പട്ടണത്തിൽ 1 വർഷം 6 മാസം 18 മാസക്കാലം പൗലോസ് ജീവനുള്ള ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു. ധാർമ്മികമായി അധപ്പതിച്ചുകൊണ്ടിരുന്ന ആ പട്ടണത്തിൽ ജീവന്റെ വചനം ക്രിയ ചെയ്ത് അനേകരെ വിശ്വാസത്തിലേക്ക് വന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയ്ക്ക് പൗലോസ് അടിസ്ഥാനമായിട്ടിടയായി. ആ സഭയുടെ 5 പ്രത്യേകതകൾ കഴിഞ്ഞ രാവിലെ സമയം നമ്മൾ ചിന്തിച്ചു. എന്നോട് ചേർന്ന് പറയുമോ? 1, ദൈവകൃപ പ്രാപിച്ച സഭ. 2, വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നമായ സഭ. നിങ്ങളോട് ചേർന്ന് പറഞ്ഞാട്ടെ. 3, ഒരു കൃപാവരത്തിലും, ഒന്ന് സന്തോഷത്തോട് പറ, ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത സഭ. 4, കർത്താവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്ന സഭ. 5, വിശ്വസ്ത ദൈവത്താൽ വിളിക്കപ്പെട്ട സഭ. എത്രയോ ഉന്നതമേറിയ ശ്രേഷ്ഠമായ ഗുണഗണങ്ങളുള്ള സഭ. പൗലോസ് അവിടുന്ന് കടന്നുപോയി മറ്റുള്ളവരെ ശുശ്രൂഷയ്ക്കായിട്ട് ഏൽപ്പിച്ചു. കുറെ നാളുകൾ മുമ്പോട്ട് വന്നപ്പോൾ വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ റോമായുടെ ആളുകളിൽ നിന്ന് പൗലോസിന് ലഭിക്കുവാനായിട്ടിടയായി. അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിൽ പൗലോസ് അവർക്ക് താക്കീതായിട്ട് മറുപടിയായിട്ട് മടങ്ങി വരാൻ വേണ്ടി എഴുതിയ ലേഖനമാണ് 1 കൊരിന്ത്യ ലേഖനം. 1-ാം അധ്യായത്തിൽ സഭയുടെ വന്ദനവും അപ്പോൾ തന്നെ ഭിന്നതയും പൗലോസ് വിശദീകരിക്കുമ്പോൾ, 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മാനുഷിക ജ്ഞാനത്തിന്റെ പരിമിതി പൗലോസ് വിശദീകരിക്കുമ്പോൾ, 3-ാം അധ്യായത്തിൽ പ്രാകൃതനാരാണ്, ജഡികനാരാണ്, ആത്മീയനാരാണ് പൗലോസ് വിശദീകരിക്കുമ്പോൾ, 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തീയ കാര്യവിചാരകന്മാരുടെ പ്രത്യേകതകൾ പൗലോസ് ഓർമ്മിക്കുമ്പോൾ, 5-ാം അധ്യായത്തിൽ ജാതികളുടെ പോലും നടക്കാത്ത സഭയിലെ ദുർനടപ്പ് പൗലോസ് താക്കീത് ചെയ്ത് ചൂണ്ടിക്കാണിക്കുമ്പോൾ, 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് സഭയുടെ കോടതിയെ പറ്റി വിശദീകരിക്കുമ്പോൾ, 7-ാം അധ്യായത്തിൽ വിവാഹ ജീവിതത്തിന്റെ ശ്രേഷ്ഠത പൗലോസ് വിശദീകരിക്കുമ്പോൾ, 8-ാം അധ്യായത്തിൽ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ പറ്റി പൗലോസ് ചിത്രീകരിക്കുമ്പോൾ, 9-ാം അധ്യായത്തിൽ അപ്പോസ്തലത്വത്തെ പറ്റി പൗലോസ് വിശദീകരിക്കുമ്പോൾ, 10-ാം അധ്യായത്തിൽ വിഗ്രഹാരാധനയെ പറ്റിയും, 11-ാം അധ്യായത്തിൽ മുന്നമേ നമ്മൾ ശ്രദ്ധിച്ച
വിവരിച്ചതുപോലെ അവൻ തിരുവത്താഴത്തിന്റെ ശ്രേഷ്ഠത പൗലോസ് വിശദീകരിക്കുമ്പോൾ 12-ാം അധ്യായത്തിൽ ആത്മീയ വരങ്ങളെ കുറിച്ചും 13-ാം അധ്യായത്തിൽ സ്നേഹത്തെ കുറിച്ചും 14-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെ കുറിച്ചും 15-ാം അധ്യായത്തിൽ ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുദ്ധാനത്തെ പറ്റിയും എഴുതിയിട്ട് 16-ാമത്തെ അധ്യായത്തിൽ അവൻ ധർമ്മശേഖരത്തെ പറ്റിയും നന്ദി പറച്ചിലിനെ കുറിച്ചും പൗലോസ് ഓർപ്പിച്ച് അവസാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയാകുന്നു. നമ്മൾ വായിക്കാൻ ആഗ്രഹിച്ച 1 മുതൽ 13 വരെയുള്ള വാക്യമാണ് 10-ാം അധ്യായത്തിന്റെ. പക്ഷെ നമുക്ക് ഒരു ഭാഗമേ പറഞ്ഞ് നിർത്താനുള്ള സമയമുള്ളൂ. അതുകൊണ്ട് ആ ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. ആദ്യത്തെ 5 വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വതം സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. അപ്പം ഈ ഭാഗത്ത് പൗലോസ് ഓർപ്പിക്കുന്നത്, എങ്കിലും അവരിൽ മിക്ക പേരെയും ദൈവം പ്രസാദിച്ചില്ല എന്ന് നിങ്ങള് അറിയാതെ ഇരിക്കരുത്. അപ്പൊ ഇതിനകത്തിലെ ദൂതെന്ന് ചോദിച്ചാൽ, ആത്മീയ നന്മകൾ ഒരു വ്യക്തിയിലുണ്ടായാലും ഭൗതിക ഉയർച്ചകൾ ഒരു വ്യക്തിയിലുണ്ടായാലും ജീവിതം സ്വയം ശിക്ഷണത്തിന് വിധേയപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ ഇസ്രായേലിന് സംഭവിച്ചതുപോലെ നമുക്കും സംഭവിക്കും എന്ന് പൗലോസ് വളരെ കൃത്യമായിട്ട് ജനത്തോട് അവൻ കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. 5 വിധത്തിൽ അവര് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു. 1, അവര് മേഘത്തിന്റെ കീഴിലായിരുന്നു. 2, സമുദ്രത്തിലൂടെ കടന്നു. 3, മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. അതാ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 4, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം ഭക്ഷിച്ചു. 5, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. 5 വിധത്തിലുള്ള ആത്മീയ നന്മകൾ പ്രാപിച്ചു. അവർ ചെയ്ത 5 വിധത്തിലുള്ള തെറ്റ് അതുകൂടെ പറഞ്ഞെങ്കിലേ ഈ പ്രസംഗം അവൻ പൂർണ്ണമാകത്തുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ആ ഭാഗം ഞാൻ ഓർപ്പിച്ചിട്ട് ഈ ദൂതിലേക്ക് വരുവാൻ താല്പര്യം. എന്താ അവർ ചെയ്ത തെറ്റ്? സ്തോത്രം. 6-ാമത്തെ വാക്യത്തിലുണ്ട്, ഇത് നമുക്ക് അവർ മോഹിച്ചതുപോലെ അപ്പം ഇസ്രായേലിനെ ദൈവം തള്ളിക്കളയാനുള്ള 1-ാമത്തെ കാരണം ദുർമോഹം. എന്താ അവിടെ ദുർമോഹം എന്ന് പറയുന്നത്? സംഖ്യാപുസ്തകം എടുക്കണം, 11-ാം അധ്യായം 4-ാമത്തെ വാക്യം. അതിന് മാത്രം ഒരു വിശദീകരണം പറഞ്ഞാൽ നമ്മൾ സംഖ്യാപുസ്തകം നമ്പേഴ്സ് 11:4. പിന്നെ കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്നുവാൻ ഇറച്ചി ആരും ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി, 7 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി, നിസ്സാര വസ്തുക്കൾക്ക് വേണ്ടി ചെലവഴിക്കുക. സ്വതന്ത്രം. 1 കിലോ ഉള്ളിക്ക് എത്ര രൂപ? ഇവിടുത്തെ വില നാട്ടിലൊക്കെ 5 കിലോ ഉള്ളിക്ക് 100 രൂപ മാത്രമേ. അപ്പൊ അവരെന്തിനു വേണ്ടിയാ നിലവിളിക്കുന്നത്? നിസ്സാര വിഷയത്തിന് വേണ്ടി. ഞാൻ ഗർഭിണിയായിരുന്നു. ദൈവം മോശെ ഞാൻ അത്ഭുതം ചെയ്യാൻ പോവുക. ഒരു കിഴക്കൻ കാറ്റ് ഞാൻ അടിപ്പിക്കാൻ പോവുക. ദൈവം ഒരു കിഴക്കൻ കാറ്റ് അടിപ്പിച്ചു. ദിവ്യാദാന തലയോട്ട് അറുത്ത് മാറ്റി വെച്ച് മാംസത്തെ ചിതറിച്ച് അതിൽ തൊക്ക് പൊതിഞ്ഞ് ചിറക് വെച്ച് ദൈവത്തിന്റെ കിഴക്കൻ കാറ്റ് കൊണ്ട് അവൻ കാടപ്പക്ഷിയെ ദൈവം ഫോം ചെയ്ത് ഇസ്രായേലിന്റെ കൂടാരത്തിൽ വരത്തക്ക നിലയിൽ അതിനെ പറത്തി 1 മുഴം ഉയരത്തിൽ പിടിക്കത്തക്ക നിലയിൽ തമ്പുരാൻ കാറ്റടിച്ച് കാടപ്പക്ഷിയെ കൊണ്ടുവന്നു. ഈ 30 ലക്ഷം ജനത്തിന് ഒരു നേരം ഇറച്ചി തിന്നാൻ ഉപ്പ് നോക്കാനാണെങ്കിലും എത്ര കിണ്ടൽ ഇറച്ചി ഉണ്ടെങ്കിൽ പറ്റും. മനുഷ്യനെ കൊണ്ട് വല്ലതും നടക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ ഇടപെടൽ ദൈവമൊക്കെ ശ്രദ്ധിച്ചോ? ദൈവം ഒരു കാറ്റടിപ്പിച്ചാൽ മതി. രാവിലെ സമയം സഭായോഗത്തിൽ ദൂതൂടെ പരിശുദ്ധാത്മ പറയുക, സഭയ്ക്ക് വേണ്ടി ഒരു കാറ്റടിച്ചാൽ
കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു കാറ്റടിച്ചാൽ നിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായ ചില വിടുതലുകൾ പട്ടണത്തിൽ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് മകൾ ദൂത് പറയുമ്പോൾ ഏറ്റെടുക്കാൻ കഴിയുന്ന ദൈവമക്കൾ ചേർന്ന് പറയട്ടെ, കർത്താവേ നിന്റെ കാറ്റിന്ന് മകൻ ഞങ്ങളുടെ മേലൊന്ന് അടിക്കട്ടെ. നിസാരപ്പെട്ട 7 കാര്യങ്ങൾക്ക് വേണ്ടി ഇസ്രായേൽ മക്കൾ നിലവിളിക്കുന്നു. വാസ്തവത്തിൽ അവരെ ദൈവം കോട്ടാൻ കൊണ്ടുപോകുന്നറിയാം. എടുത്തേ ആവർത്തന പുസ്തകം എടുത്ത് 8-ാം അധ്യായം 8-ാമത്തെ വാക്യം മുതൽ Deuteronomy chapter 8 verses 8. ഇച്ചിരൂടെ ആമേൻ. 7-ാമത്തെ വാക്യം ചേർത്ത് ഒരു നിന്റെ ദൈവമാകുന്ന യഹോവ, എല്ലാവരും ചേർത്ത് പറഞ്ഞാട്ടെ, നിന്റെ ദൈവമാകുന്ന യഹോവ. നമ്മൾ പോകുന്ന നല്ലൊരു ദേശത്തേക്കാണ് ഉറപ്പുള്ളവര് മാത്രം. സ്വത്രം 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 സ്വതം. വീട് വേണം, കാറ് വേണം, ജോലി വേണം, അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. പക്ഷേ ഒരു ദിവസം ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ പോകുന്ന സ്ഥലം നല്ലൊരു ദേശമാണ്. വിശ്വസിക്കുന്ന ദൈവമൊക്കെ സ്തോത്രം പറഞ്ഞാട്ടെ. നല്ലൊരു ദേശത്തേക്കല്ലയോ നിങ്ങൾ പോകുന്ന. അടുത്ത വാക്യം, താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന ഉറവകളും തടാകങ്ങളുമുള്ള. അടുത്ത വാക്യം എല്ലാരും എണ്ണി നോക്കിക്കാട്ടെ. ഗോതമ്പ്, യവം, മുന്തിരിവള്ളി, അത്തിവൃക്ഷം, മാതളനാരകം ഉള്ള ദേശം. അടുത്ത വാക്യം ഓലിവ് വൃക്ഷം, തേനുള്ള ദേശം. വീട്ടിൽ പോയി നിങ്ങൾ വായിച്ചോണേ. ഇസ്രായേൽ മക്കൾ ഇപ്പൊ നിലവിളിക്കുന്ന എന്തൊക്കെ സാധനത്തിന് വേണ്ടിയാണ്? ഉള്ളി, ഒന്ന് പറ, വെള്ളരിക്ക, മത്തങ്ങ. എന്തിനു വേണ്ടിയാണ് നിലവിളിക്കുന്നത്? നിസ്സാരപ്പെട്ട വിഷയത്തിന് വേണ്ടി. ദൈവം അവരെ കൊണ്ടുപോകുന്നതോ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇടത്തേക്ക്. ഇന്ന് രാവിലെ സമയം ദൈവം അവര് ദൂത് പറയാ, വിലപ്പെട്ടതിനെ ഉപേക്ഷിച്ചുകൊണ്ട് നിസാരപ്പെട്ടതിന് വില കൊടുത്ത് ഇന്നത്തെ ആത്മീയഗോളം മുമ്പോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നത്, അവൻ നിസാരപ്പെട്ടതിനെ തള്ളി മാറ്റി വിലപ്പെട്ടതിന് വേണ്ടി ചുവട് വെക്കുവാൻ ഒരു കൂട്ടം ജനത്തെ ദൈവത്തിന് ഇന്ന് വേണം. അതിലൊരു ഗ്രൂപ്പ് ഇവിടുത്തെ സഭയായി മാറട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കള് ഇന്ന് രാവിലെ സമയം സ്തുതിച്ചാരാധിക്കട്ടെ. ഞാനൊരു ഉദാഹരണം പറയാം. ഉദാഹരണം പറയും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി. പണ്ടൊരു മനുഷ്യന് കാട്ടാഴ്ച പുള്ളി തീരുമാനിച്ചു വനത്തിൽ പോയി കാട്ടാഴ്ച പിടിക്കാൻ, പിടിക്കാനായിട്ട് പോവുക. അദ്ദേഹത്തിന്റെ കൂടെ ഒരു വലിയ പട്ടി, ഒരു ശിശുക്കുട്ടിക്ക് തുല്യമായ പട്ടി. അപ്പൊ ഇതിനെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് എടുത്തിരിക്കുക. അപ്പൊ രണ്ടുപേരും കൂടെ സ്തോത്രം കാട്ടിലിറങ്ങി സ്തോത്രം മൃഗങ്ങളെ പിടിക്കാനായിട്ട് പോയി 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 അങ്ങ് മുഴുവനെത്തി ചെന്നു. ചെറിയൊരു അനക്കം ഇദ്ദേഹത്തിന് കണ്ടു. ഒരു മാന ഇദ്ദേഹം ഓടി. അതിനെക്കാട്ടിൽ സ്പീഡിൽ ഈ സിംഹക്കുട്ടിയുടെ പരിവുള്ള ഈ പട്ടി ഓടിയിട്ട് സ്തോത്രം സ്തോത്രം അതിനോട് അടുക്കാൻ പറ്റുന്നില്ല. മാനല്ലേ കുതിച്ചു ചാടി. അപ്പൊ ഈ പട്ടി ഇങ്ങനെ അടുത്ത് വന്നിരിക്കും, അടുത്ത് വരാതെ അതെ അവൻ ഈ മാൻ നോക്കിയപ്പോ അതിന്റെ അപ്പുറത്തൊരു തടാകം, ഇതെടുത്ത് തടാകത്തിൽ ചാടി നീന്തി അതാക്കലേക്ക് എത്തി. അപ്പൊ പട്ടി സൈഡിൽ കുറച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പം ഈ മാന് ഈ തടാകത്തിൽ ചാടിയപ്പോ ഓളം തട്ടി. അപ്പൊ അതിനകത്ത് ചെറിയ മാളം ഉണ്ടായിരുന്നു. അതിനകത്ത് മുയലെടുത്ത് വിളിച്ചു. സ്തോത്രം. അപ്പൊ ഈ പട്ടിയുടെ കൊല കണ്ടുകൊണ്ട് മുയല് പതുക്കെ ചാടി ചാടി പോയപ്പോ പട്ടി അടിച്ചു. അപ്പൊ മുയലിന് മനസ്സിലായി പട്ടി അടുത്തൊരു മാളത്തിൽ. സ്തോത്രം. ഇത് മാളത്തിലോട്ട് കയറിയപ്പോ അതിനകത്ത് നിന്ന് ഒരു ഓന്തെടുത്ത് വെളി ചാടി. സ്തോത്രം.
സ്തോത്രം. പട്ടിയുടെ കുര കണ്ടുകൊണ്ട് അതൊരു മരത്തെ ഇങ്ങനെ ചാടിയാണ് പിടിച്ചിരിക്കുക. പട്ടിയാണെങ്കിൽ ഒരുപാട് കുര. അപ്പം ഈ വേട്ടക്കാരന് മനസ്സിലായി, എന്തായാലും പട്ടി ഇതുവരെ എന്നെ ചതിച്ചിട്ടില്ല. അവൻ ആ മാനിനെ പരുവപ്പെടുത്തി റെഡിയാക്കി വെച്ചിരിക്കുക. ഇദ്ദേഹം ഓടി വന്നപ്പോ പട്ടി എന്തോ പക്ഷെ മാനിനെ കണ്ടുകൊണ്ടാണ് ഓടിയത്. പിന്നെ മുയലിന്റെ പുറകെ പോയി. ഇപ്പൊ എന്തോ കണ്ടുകൊണ്ട് പറയുന്നത് ഇന്നത്തെ ഒരു ചിത്രമാണ്. ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് അനേകരെ ദർശനം നഷ്ടപ്പെടുത്തി നിസ്സാരപ്പെട്ട ജലത്തിന്റെ പുറകെ പോകുമ്പോൾ ഇന്ന് പകൽക്കാലം ആലി സ്പ്രിംഗിലുള്ള ദൈവസഭയോട് പരിശുദ്ധാത്മാവ് ആമേൻ ദൂത് പറയുന്നത്, വിലപ്പെട്ടതിനെ ഹല്ലേലൂയ അവരെ വിട്ടുപോകുന്നതിനെ ഓർത്തില്ല എന്ന് എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന പ്രകാരം മുൻപിലേക്ക് ആഞ്ഞുകൊണ്ട് ആത്മീയത്തിന്റെ കഴമ്പുള്ള കാമ്പുള്ള ഒരു കൂട്ടം ജനം ഇവിടെ എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. വിശ്വസിക്കുന്ന ദൈവമക്കളെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ഇച്ചിരൂടെ സമയം എടുത്ത് പതുക്കെ പറയണം, എന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഞാനങ്ങ് ആവശ്യത്തിൽ പറയുകയാണ്. അപ്പം ചെയ്ത ജീവിതത്തിലുള്ള തെറ്റുകളാണ് 7-ാം വാക്യത്തിൽ വിഗ്രഹാരാധന മോശം. 3-ാമത്തെ പരസംഗം, സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൽ അന്യദേവന് രൂപം കാട്ടിയതാണ് വിഷയം. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ ദൈവത്തെ പരീക്ഷിച്ചു. മന്നത കാടപ്പച്ചിയോടെ തരാൻ ദൈവത്തിന് കഴിയും. അവർ ദൈവത്തിന്റെ ശക്തിയെ പരിമിതപ്പെടുത്തി. എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. 10-ാമതായിട്ട് ദൈവത്തിന്റെ നന്മ ലഭിക്കുമ്പോൾ തന്നെ അവരെ പിറുപിറുക്കുവാനായിട്ട് ഇടയായി. എന്നിട്ട് പൗലോസ് ഒരു ബുദ്ധി ഉപദേശം പറയുക. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്കിത് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു. ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ. 20 വയസ്സിന് മുകളിൽ വാഗ്ദത്ത കനാനിൽ പാലും തേനും ഒഴുകുന്ന ദേശത്ത് എത്തി എത്ര പേരേ ഉള്ളൂ? 2 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചു? മരുഭൂമിയിൽ ശവമടക്ക് നടത്തി. ഇതെല്ലാം കൂടെ സംക്ഷിപ്തമായിട്ടാണ് ഈ വാക്യങ്ങളിൽ പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത്. സ്തോത്രം. ഇതിനകത്തിലെ മെസ്സേജ് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നു. മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. സ്തോത്രം. അപ്പം പിതാക്കന്മാരെല്ലാവരും മേഘത്തിന്റെ കീഴിലായിട്ട്, മേഘത്തിനെ കാണിച്ചാൽ നമ്മൾ ചിന്തിച്ചത് ദൈവ സാന്നിധ്യത്തെ. അവർ സമുദ്രത്തിലൂടെ കടന്നു. ദൈവത്തിന്റെ അതിശക്തമായ പ്രവൃത്തിയ. കഴിഞ്ഞ രാത്രി നമ്മളതാണ് സമയമെടുത്ത് ചിന്തിക്കാനായിട്ടിടയാൽ 3-ാമത്തെ ദൂതിലേക്ക് കടന്നു വരികയാണ്. ഒരു മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. ഇത് പരിശുദ്ധാത്മാഭിഷേകത്തെ കാണിക്കുകയാണ്. ചേർന്ന് പറയാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം സ്നാനപ്പെട്ടാൽ മാത്രം പോരാ, നമുക്ക് ഉയരത്തിന്റെ ആത്മാവിനെ വേണം. കൊതിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. പരിശുദ്ധാത്മാഭിഷേകം എന്ന് പൊതുവായിട്ട് നമ്മൾ പറയുന്ന ഒരു പദപ്രയോഗമാണ്. പരിശുദ്ധാത്മാഭിഷേകം, അനോയിന്റിംഗ്, പൊതുവായിട്ട് നമ്മൾ പറയുന്ന ഒരു പദപ്രയോഗമാണ്. അല്പം കൂടെ ഡെപ്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആത്മസ്നാനം, ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മനിറവ്, ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മ അഭിഷേകം, അനോയിന്റിംഗ്, ഇത് 3-മായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സ്തോത്രം. പൊതുവിൽ എഴുത്തുകാര് പരിശുദ്ധാത്മാഭിഷേകം എന്ന് ഓർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത് 3 വ്യത്യസ്തമായ മണ്ഡലത്തിൽ തിരിച്ചു പഠിച്ചാൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒത്തിരി പുരോഗതികൾ ഉണ്ടാകുവാനായിട്ട് ഇടയാകും. അപ്പസ്നാനത്തെ പറ്റി ചെറിയൊരു വിവരണം ഞാൻ പറയാം. എന്നിട്ട് പൊതുവായിട്ട് പറയാനുള്ള സമയം നമുക്കിന്ന് ഉള്ളൂ. സ്തോത്രം, സ്തോത്രം. വിശ്വാസ സ്നാനം നമുക്കറിയാം. ഒരു വ്യക്തി കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു കഴിയുമ്പോൾ യേശു മാതൃക കാണിച്ചു തന്ന സ്നാനം, സ്നാപകന്റെ കൈക്കീഴിൽ വെള്ളത്തിൽ ഇറങ്ങി നിമജ്ജനം ചെയ്യുന്നതിന്, ആഴ്ത്തപ്പെടുന്നതിന്, മുക്കിയെടുക്കുന്നതിന് പറയുന്ന പേരാണിത് വാട്ടർ ബാപ്റ്റിസം. വിശ്വാസ സ്നാനം.
ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മ സ്നാനത്തിൽ സ്നാപകൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. മനസ്സിലാവുന്നുണ്ടോ? ആത്മസ്നാനത്തിൽ സ്നാപകൻ ആരാണ്? അയ്യോ, ഒന്ന് സന്തോഷത്തോടെ പറ. ആത്മസ്നാനത്തിൽ സ്നാപകൻ ആരാണ്? കർത്താവാകുന്ന യേശു ക്രിസ്തു. സ്നാന വസ്തു പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ എനിക്ക് വേണ്ടിയുള്ള ആത്മീയ അനുഭവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു വ്യക്തി ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ സ്നാപകനാകുന്ന യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ ഒരുവനെ മുക്കിയെടുക്കുന്നതിന്, ആഴ്ത്തിയെടുക്കുന്നതിന്, നിമജ്ജനം ചെയ്യുന്നതിന്, അവന്റെ ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും അവനെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ആത്മമണ്ഡലത്തിലേക്ക് വരുന്ന അനുഭവത്തിനാണ് ആത്മസ്നാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ വാക്യം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 11:13 അങ്ങനെ ദോഷികളായ നിങ്ങൾ, അറിയാവുന്നവരോട് പറ, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ, ഓ രക്തം 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 ചോദിക്കുന്ന അനുസരിച്ചാ കൊടുക്കുന്ന കേട്ടോ. ഹൃദയത്തിന്റെ ആവൽ അനുസരിച്ചാ കൊടുക്കുന്ന കേട്ടോ. ഇന്ന് പകൽക്കാലം പാത്രത്തിന്റെ വലിപ്പം അനുസരിച്ചാ നിറയ്ക്കുന്നത്. ഇന്ന് പകൽക്കാലം എത്ര കിട്ടിയാലും കുഴപ്പമില്ലാത്ത ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവാ. വർഷങ്ങളുടെ പഴക്കത്തിൽ നിങ്ങൾ ആരാധിക്കുന്നവരായിരിക്കുക, വർഷങ്ങളുടെ പഴക്കമുള്ള ആത്മസ്നാനത്തിന്റെ സ്പർശനം അനുഭവിക്കുന്നവരായിരിക്കുക. പക്ഷെ ഇന്ന് രാവിലെ സമയം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവേ എനിക്കിത് പോരാ, അടുത്തൊരു ലെവലിലേക്ക്. യെസ്, കാലേബിന്റെ മോടെ പേര് ഈ പൊങ്കച്ചനെ കെട്ടിച്ച് വിട്ടത് എങ്ങോട്ടാണെന്നറിയാമോ? തെക്കൻ നാട്ടിലാണ്. തെക്കൻ നാടിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? വെള്ളമില്ല, വരണ്ട പ്രദേശമാണ്. സ്തോത്രം. വെള്ളമില്ലെന്ന് സ്തോത്രം. ഒരിക്കലും അപ്പന്റെ അടുക്കളയിലേക്ക് പോകാൻ നേരത്തെ തന്റെ ഭർത്താവ് അഗ്നിയൻ അവളെ നിർബന്ധിച്ചു. ഒരു അനുഗ്രഹം പോയി അപ്പനോട് ചോദിക്കണം. ഹല്ലേലൂയ. അവൾ ഇനി വന്നപ്പോ അപ്പനോട് പറഞ്ഞപ്പോ, നീ എന്നെ തെക്കൻ നാട്ടിലേക്ക് അയച്ചത്, എനിക്കൊരു അനുഗ്രഹം വേണം. സ്നേഹവാനായ പിതാവ് എന്താ ചെയ്തത് കേൾക്കണോ? സ്തോത്രം. He gave her upper spring and lower spring. താഴ്വരയിലെ ഉറവകളും ഉയരത്തിലെ ഉറവകളും പകർന്നെന്ന്. ഞാൻ ഇന്ന് പകൽക്കാലം ആ ഉയരത്തിന്റെ ഉറവയ്ക്ക് കൊടുക്കുന്ന പേരാണ് പരിശുദ്ധാത്മാഭിഷേകം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണം പരിശുദ്ധാത്മാഭിഷേകം, നമ്മുടെ തലമുറയ്ക്ക് വേണം പരിശുദ്ധാത്മാഭിഷേകം. ആമേൻ, ഹല്ലേലൂയ. കോളേജിന്റെ ഡിഗ്രി മാത്രം പോരാ, എഞ്ചിനീയറിംഗിന്റെയോ നേഴ്സിംഗിന്റെയോ ഡോക്ടറേറ്റിന്റെയോ ഡിഗ്രി മാത്രം പോരാ. ഇന്ന് പകൽ മാതാപിതാക്കൾ കൊതിക്കട്ടെ, എന്റെ കുഞ്ഞ് എന്നോട് ഒരുമിച്ച് മുഴങ്കാലിൽ ആരാധിക്കണം, അവൾ ദർശനങ്ങൾ പറയണം, സഭയിൽ പ്രവചിക്കണം. തലമുറകളെ അതിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയാതെ പുറകോട്ട് പിടിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് സഭ ശാസിക്കുക. കൈയടിക്കകത്തൊരു അഭിഷേക, ആ സ്തോത്രത്തിനകത്തൊരു അഭിഷേക, അന്യഭാഷയ്ക്കകത്തൊരു പകർച്ച, പ്രാർത്ഥനയ്ക്കകത്തൊരു പകർച്ച, വചന ധ്യാനത്തിനകത്തൊരു പകർച്ച. ഈ സഭായോഗത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത ആത്മാവിന്റെ പകർച്ച.
യേശുവിനെ പറ്റി 3 വാക്യങ്ങൾ സമയത്തിന്റെ ചുരുക്കത്തിൽ ഞാൻ വായിക്കാം. ലൂക്കോസ് 4:16, 32, 36 ഈ വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചു. ലൂക്ക് chapter 4 verses 1, 14, 32 and 36. യേശു പരിശുദ്ധാത്മാവ് മതി. ഒറ്റ പദമേ തൊടാൻ പറ്റുന്നു. സമയം കഴിഞ്ഞെങ്കിൽ ഞാനത് ഓർമ്മിപ്പിക്കാം. യേശു പരിശുദ്ധാത്മാവ്. അപ്പൊ യേശുവിന് എന്തോ വേണമായിരുന്നു? പറഞ്ഞേ. പരിശുദ്ധാത്മാവ് വേണമായിരുന്നു. യേശുവിന് എന്തോ വേണമായിരുന്നു? അങ്ങനെയാണെങ്കിൽ ഒന്ന് പറ. എനിക്ക് വേണം പറ. അവൻ 14-ാമത്തെ വാക്യം. ശക്തി. 36-ാമത്തെ വാക്യം വായിച്ചാൽ 36. അധികാരത്തോടും 3 പദങ്ങളാണ് തൊടാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മാവിന്റെ അധികാരം. ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിരിക്കുന്ന തിരിച്ചറിവുള്ള എല്ലാ ദൈവമക്കൾക്കും ഇത് ആവശ്യമാണ്. നമുക്ക് ചേർത്തോട് പറയാം. പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ. ഞാനൊരു ആത്മമണ്ഡലത്തിലോട്ടാ കയറി നിൽക്കുന്നത്. താഴത്തെ ലെവലിൽ നിന്ന് എങ്ങനെയാ ശുശ്രൂഷിക്കുന്നത്? നമുക്ക് ഇനി അടുത്ത മീറ്റിംഗ് ഇല്ല, അതുകൊണ്ട് എങ്ങനെയും പ്രസംഗിച്ച് വിടാൻ പറ്റത്തില്ല. എന്നോട് ചേർന്നത് കയറി വന്നാട്ടെ. പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ അധികാരം. ഈ ശക്തി അധികാരം തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. ഈ മനുഷ്യൻ എന്താ സംഭവിച്ചത്? പിന്നെന്താ ചവിട്ടിയത്? കേരള ഗവൺമെന്റ് അദ്ദേഹത്തിന് അതോറിറ്റി. സ്തോത്രം. ഇന്ന് രാവിലെ സമയം ആരാധിക്കുന്ന ദൈവത്തിലെ അഭിഷേകത്തിന്റെ ശക്തിയുടെ പകർച്ച നടക്കുമ്പോൾ നിങ്ങളുടെ മേലെ അധികാരമുണ്ട്. Come on. ഇന്ന് പകലത് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. നിന്റെ കൂടാരത്തിനെതിരെ നാളുകളായി നിന്റെ സ്വസ്ഥത കെടുത്തുന്ന, നിന്റെ ആരോഗ്യത്തിനെതിരെ വെല്ലുവിളിക്കുന്ന, ജോലിക്കെതിരെ വെല്ലുവിളിക്കുന്ന, തലമുറക്കെതിരെ വെല്ലുവിളിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാര മണ്ഡലത്തെ ഇന്ന് പകൽ അധികാരത്തോടെ ചില മേഖലകളെ കൈകാര്യം ചെയ്യാൻ ആത്മാവിന്റെ പകൽ നിയോഗത്തോടെ ദൂത് പറയുന്നു. നിങ്ങൾ എന്റെ കൂടെ ഒരു അല്പസമയം നിൽക്കാമോ? ഒരു ആത്മമണ്ഡലത്തിന്റെ ഒരു അധികാരത്തിന്റെ കൈമാറ്റം ഇന്ന് പകൽക്കാലം ഇവിടെ നടക്കണം. ആരും സ്തോത്രം പറയരുത്. എല്ലാവരും ആത്മമണ്ഡലത്തിൽ ഇന്ന് രാവിലെ സമയം സ്തോത്രം പറഞ്ഞ് ആരാധിക്കണം. മോശ ഫറവോന്റെ കൊട്ടാരത്തിലോട്ട് ചെന്നിട്ട് ദൂത് പറയുക, എന്റെ ജനത്തെ മരുഭൂമിയിൽ ആരാധിക്കാൻ വിട്ടയക്കാൻ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. സ്വേച്ഛാധിപതിയാണെന്ന് നീ നോക്കണ്ട, ഫറവോനാണെന്ന് നോക്കണ്ട. ഇന്ന് പകൽക്കാലം അവൻ ഹല്ലേലൂയ ഹോരേമിന്റെ മുൾപ്പടപ്പിൽ കണ്ട ആത്മശക്തിയുടെ അധികാരത്തോടെ അവൻ ചില മണ്ഡലത്തിലേക്ക് ചെന്ന് ഇന്ന് പകൽ നിന്റെ നാവ് വിട്ടുകൊടുക്ക്. എന്റെ ജനത്തെ നിന്റെ വാഗ്ദത്തത്തെ പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ, നന്മകളെ ഒതുക്കി വച്ചിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ചോദിക്കുക, ആരാണ് നിന്റെ ദൈവം?
ഇങ്ങനെ പറയാൻ നമ്മുടെ ഇന്ത്യൻ കോൺസെപ്റ്റ് അനുസരിച്ച് തൂണിലും നിലവിലും എല്ലാം ദൈവം, ഓരോ ലോക്കൽ ദൈവങ്ങളുണ്ട്, ഓരോ ഇടത്ത് ഓരോ ദൈവങ്ങളുണ്ട്, ഓരോ ഏരിയയ്ക്ക് ദൈവങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയാൻ ചോദിച്ചേ, ഇതിൽ ഏത് ദൈവമാണ് ഇങ്ങോട്ട് കിട്ടുന്നത്? മോശ എന്താ പറഞ്ഞത്? ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ. സ്തോത്രം, സ്തോത്രം. ആയിരുന്നവൻ, ആയിരിക്കുന്നവൻ, ആകുന്നവൻ. ഈ വെളിപ്പാട് ഉൾക്കൊണ്ടുകൊണ്ടാണ് പൗലോസ് എബ്രായലേഖനത്തിൽ പറഞ്ഞത്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും എന്ന് വെച്ചാൽ, പറവനെ നിന്നെ ഈ കൊട്ടാരത്തിൽ ഇരുത്തിയ ഞാൻ, സമുദ്രത്തെ മുക്കിക്കൊല്ലുവാൻ കഴിവുള്ള ഞാൻ, ഞാനാ പറയുന്നത് എന്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കാൻ. ഇതൊന്നും പറഞ്ഞിട്ടൊന്നും പറവാൻ മനസ്സിലാകില്ല. ദൈവമാരാണ്. മോശയുടെ ദൈവം പറഞ്ഞു, വഴി താഴോട്ടിടാൻ പറഞ്ഞു. കൊട്ടാരം മുഴുവനും ഇപ്പൊ എന്തുവായി? ഇപ്പൊ മോശം മന്ത്രവാദികളെ കൊട്ടാരം സത്യമായി. എവിടെ ഞങ്ങളുടെ ചില നാളുകൾ അദ്ദേഹം നേരത്തെ അപ്പം എവിടെയായിരുന്നു സത്യം ഒന്നും അറിയാൻ പറ്റുന്നില്ല. പക്ഷെ എന്തായെന്നറിയാമോ, അല്പസമയം കഴിഞ്ഞപ്പോ മോശയുടെ പാമ്പ് വാതുള്ളപ്പോൾ മന്ത്രവാദിയുടെ പാമ്പുകളെ വിഴുങ്ങിക്കളഞ്ഞു. സ്വത്രം പറയുന്നു. അപ്പൊ ഇന്ന് പകൽ ദൈവമക്കൾ വാ തുറന്നാൽ ചിലത് വിഴുങ്ങപ്പെടാൻ പോകുകയാ. എന്താ ചെയ്യാന്? ചില യോഗത്തിന് വന്ന വാ തുറക്കത്തില്ല. പിന്നെ എല്ലാവരും പലയിടത്തും ആരാധന കഴിഞ്ഞാൽ എന്തോ സൗണ്ട് അറിയാം. അതിനും ഒരു കാര്യമാണ്, മോശയുടെ പാമ്പ് വാ തുറന്നാൽ മന്ത്രവാദിയുടെ പാമ്പുകൾ വിഴുങ്ങപ്പെടും. സഭയുടെ ശബ്ദം ഉയർത്തിയാൽ, സഭയുടെ ആരാധിച്ചാൽ, വർഷങ്ങളായി സ്വേച്ഛാധിപത്യത്തിന്റെ ആരാധനയും അതിന്റെ കർമ്മകുടിലമായ ജടീയ മണ്ഡലങ്ങളിൽ പട്ടണത്തെ പിടിച്ചമർത്തി ഒതുക്കി വെച്ച് അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽക്കാലം വിഴുങ്ങപ്പെടുമെന്ന് സഭയോട് ദൈവം ദൂത് പറയുന്നു. മോശയുടെ പാമ്പ് എല്ലാത്തിനെയും വിഴുങ്ങി, എല്ലാത്തിനെയും ഒന്നുപോലും വിട്ടുകളയരുത്, എല്ലാത്തിനെയും വിഴുങ്ങിക്കോണം. ഒറ്റ വിഷയം പോലും അടുത്ത ഞായറാഴ്ചയിലേക്ക് വെച്ചേക്കരുത്. ഇന്ന് പകൽ ആരാധിച്ച് അതുമേൽ വിടുതലേറ്റെടുത്തോണം. മോശയുടെ പാമ്പ് എല്ലാത്തിനെയും വിഴുങ്ങി. നിന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തില്, കുടുംബത്തോടുള്ള ബന്ധത്തിൽ, തലമുറയുള്ള ബന്ധത്തിൽ, ആരോഗ്യത്തോടുള്ള ബന്ധത്തില്, കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തില് ഇന്നലെ തല ഉയർത്തിയ സകലത്തെയും വിഴുങ്ങുന്ന ഒരു അഭിഷേകം. സ്വപ്പം കഴിഞ്ഞപ്പോ പാമ്പിന്റെ തലയിൽ കൺഫ്യൂഷൻ വേണ്ട. പാമ്പ് പാമ്പ് പഠിക്കാൻ മെസ്സേജ്
മന്ത്രവാദിയെ മോശ പാമ്പ് അന്ന് മുതൽ ഈ വഴിയുടെ ദൈവത്തിന്റെ വഴി. മെസ്സേജ് നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ഇസ്രായേലിൽ ഒരു മന്ത്രവാദി ചലിക്കണമെങ്കിൽ മോശ പറയാതെ ചലിക്കത്തില്ല. ഇവന്റെ അധികാരം മുഴുവനും ഈ വട്ടിക്കകത്ത് കയറിയെങ്കിൽ സഭയോട്, അഭിഷക്തന്മാരോട് ആത്മാവ് ദൂത് പറയുക, ഈ ദേശത്തിന്റെ ചില അധികാരങ്ങൾ സഭയെ ദൈവമേൽപ്പിക്കാൻ പോകുക. നീ കൈ ഉയർത്തിയാൽ ചിലത് സംഭവിക്കും. നീ പാദം ചില കുടുംബങ്ങളിൽ വെച്ചാൽ അവിടുത്തെ ബന്ധനം അഴിഞ്ഞു മാറും. നീ അനുഗ്രഹിച്ചാൽ ദൈവം ആമേൻ പറയും. യെസ്, നമ്മുടെ യേശു കർത്താവിന്റെ കവിഞ്ഞൊഴുക്കായി. പെട്ടെന്ന് എടുക്കാൻ ചില വാക്കുകൾ ഓർപ്പിക്കാം. പരിശുദ്ധാത്മാവിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ. ദൂത് മാത്രമേ പറയാൻ നമുക്ക് സമയമുള്ളൂ. സമയമെടുത്ത് ശുശ്രൂഷിക്കേണ്ട ഭാഗങ്ങളാ. ഗബ്രിയേൽ മാലാഖ മറിയയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. അവള് പറയുന്നു, പുരുഷനെ അറിയാൻ എങ്ങനെ സംഭവിക്കും? അതിന് മറുപടി പറയാം, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ. രാവിലെ സമയം എങ്ങനെ സംഭവിക്കും കർത്താവേ? എങ്ങനെ ഒരു വിടുതൽ നടക്കും കർത്താവേ എന്ന് ആത്മീയ ഭൗതിക മണ്ഡലത്തില് ചിന്തിച്ചു വന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ആത്മാവ് അവരെ തൊട്ടുകൊണ്ട് ദൂത് പറയുക, ഇന്നത്തെ ആരാധനയിൽ അത്യുന്നതന്റെ ശക്തിയുടെ ഒരു വിടുതൽ ഇവിടെ നടന്നാൽ മതി. ആത്മാവ് ചില തൊടട്ടെ, യേശുവിന്റെ നാമത്തില് അത്യുന്നതന്റെ ശക്തി ചിലതിനെ തൊടട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. അപ്പൊ യേശുവിന്റെ ജനനം പരിശുദ്ധാത്മാവ്, യേശുവിന്റെ വളർച്ച നോക്കിയിട്ട് ലൂക്കോസ് 2:40 വാക്യം, ലൂക്കോസ് 2:40 വാക്യം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. സ്തോത്രം. 3 വിധത്തിലുള്ള വളർച്ച. ഒന്ന് ശാരീരികമായിട്ടുള്ള വളർച്ച, 2 ബൗദ്ധിക മണ്ഡലത്തിൽ ഇന്റലക്ച്വൽ ഗ്രോത്ത്, 3 ആത്മീയ വളർച്ച സ്പിരിച്വൽ ഗ്രോത്ത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ 3 വിധത്തിലുള്ള വളർച്ചയും വേണം. ഫിസിക്കൽ ഗ്രോത്ത് വേണം, ഇന്റലക്ച്വൽ ഗ്രോത്ത് വേണം, പിന്നെ സ്പിരിച്വൽ ഗ്രോത്ത് വേണം. ചേർന്ന് സാധനം പറയാൻ പറ്റുമോ? അപ്പൊ ശാരീരിക വളർച്ചയും നമ്മളെല്ലാം വളരെ ശ്രദ്ധാലുക്കളാണ്. സ്വത്രം. ഏത് ഫുഡ് കഴിക്കാത്ത കുഴപ്പമേ ഉള്ളൂ, അതെല്ലാം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മേടിച്ചു കൊടുക്കും. അതിനൊക്കെ പല ഉദാഹരണങ്ങളുടെ സമയമില്ലാത്തതുകൊണ്ട്. അപ്പം ഇന്റലക്ച്വൽ ഗ്രോത്തിന് അറ്റം നമുക്ക് വലിയ കൺസേൺ ഉണ്ട്. ഏതറ്റം വരെ വിട്ടു പഠിപ്പിക്കാനും. കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചു പറഞ്ഞു, പക്ഷേ ഞാൻ പരിമിതമായ സാഹചര്യത്തിലാണ് വളർന്നു വന്നത്, അതുകൊണ്ട് എനിക്ക് ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, എന്റെ മോൻ എത്രയും പഠിക്കാമോ അത്രയും ഞാൻ പഠിപ്പിക്കും. നല്ല ആശയം. സ്തോത്രം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, സ്പിരിച്വൽ ഗ്രോത്തിൽ ശ്രദ്ധയുണ്ടോ? പണ്ടൊരു കൊച്ച് സൺഡേ സ്കൂളിന് പോകാൻ പേടിയാവും. അമ്മ അവന്റെ ദേഹത്ത് കുറച്ച് വെള്ളം കളിച്ചു. അവൻ കണ്ണു തുറന്നിട്ട് പറയാ, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്റെ നാഴിക ഇതുവരെ വന്നിട്ടുണ്ട്. സൺഡേ സ്കൂളിൽ പോകാൻ. സ്തോത്രം. അപ്പൊ അമ്മയ്ക്ക് ദേഷ്യവും കരച്ചിലും സങ്കടവും എല്ലാം വന്ന് അപ്പനോട് ആണ്ട് കൊച്ചൻ ഇങ്ങനെയൊക്കെയാ പറയുന്നത്. അദ്ദേഹം കാലി തുള്ളി ഒരു ചൂരവടി എടുത്ത് അടുക്കാനെ കൂട്ടി എന്നപ്പം പറയുക, അപ്പ ബാലന്റെ മേൽ കൈവെക്കരുത് കേട്ടോ, ഇതാ തലമുറ. അപ്പൊ ഇതിനകത്തൊക്കെ ഒരു ആത്മീയ പകർച്ച വേണം കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ അഭിഷേകം പ്രാപിച്ച 90% തലവേദന ഒഴിഞ്ഞെന്ന അതിന്റെ അർത്ഥം. പരിശുദ്ധാത്മാവ് അവരെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ വളർച്ചയിൽ പരിശുദ്ധാത്മാവ്, യേശുവിന്റെ സ്നാനത്തിലോ ലൂക്കോസ് 3:16 വാക്യം. വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു,
എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. വെള്ളത്തിലേക്ക് സ്വർഗ്ഗം തുറക്കപ്പെട്ടു. വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗ്ഗം തുറന്ന് ദൈവാത്മാവ് പാവുന്ന പോലെ ഇറങ്ങി. യേശുവിന്റെ സ്നാനത്തിൽ പരിശുദ്ധാത്മാവ് സ്വർഗ്ഗം തുറക്കപ്പെട്ടു പറയാം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ ഒരു ദൂതിയാണ്. യേശുവിന്റെ നാട്ടുകാരെ പറയുന്നത് അച്ഛന്റെ മോനാണ്, മറിയയുടെ മോനാണ്, ബെയൂൾസബലിനെ കൊണ്ട് ഭൂതങ്ങൾ പുറത്താക്കുന്നവന്. ആമൻ സ്വതം യേശുവിന്റെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യുന്നവനാണ്. ആമൻ സ്വതം കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ, ദൈവത്തിന്റെ നീതി അനുസരിക്കാൻ വെള്ളത്തിലേക്ക് പുത്രൻ തമ്പുരാൻ ഇറങ്ങി വന്നപ്പോൾ സ്വർഗ്ഗം പറയാ, ഹി ഈസ് മൈ ബിലവഡ് സൺ. ലോകത്തിനെ എന്തും പറയട്ടെ, നാട്ടാർ എന്തും പറയട്ടെ, വീട്ടുകാർ എന്തും പറയട്ടെ, ഇന്ന് മകൻ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവമൈതലേ, നിന്നെ നോക്കി സ്വർഗം പറയാ, ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവൾ എന്റെ പ്രിയപുത്രിയാണ്. ശബാ റദന ഹദന അടബ ചടബം ധരബം ദൽഖ രഗദ ജഗന. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 10:38, ആക്ട്സ് 10:38. യേശുക്രിസ്തുവിന്റെ ജനനം പരിശുദ്ധാത്മാവിൽ, യേശുക്രിസ്തുവിന്റെ വളർച്ച പരിശുദ്ധാത്മാവിൽ, യേശു സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ, യേശുവിന്റെ ശുശ്രൂഷയിൽ. അപ്പോസ്തലപ്രവൃത്തി 10:38. അവൻ നന്മ ചെയ്തു സഞ്ചരിച്ചതുമായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ്. യേശു പള്ളിയിൽ ശബത്തിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു സ്ത്രീ, യേശു അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അശുദ്ധാത്മാവെ വിട്ടുപോകാൻ പറഞ്ഞു. അഭൂതം വിട്ടുപോയപ്പോൾ ശാസ്ത്രിമാരും മനുഷ്യന്മാരും പറയുക, അവൻ മഹാപുരോഹിതന്മാരെ പോലെ അല്ലല്ലോ, ശാസ്ത്രിമാരെ പോലെ അല്ലല്ലോ, അവൻ അധികാരമുള്ളവനായിട്ട് ശുശ്രൂഷിക്കുന്നു. അഭിഷേകത്തിന്റെ ശുശ്രൂഷ അധികാരത്തിന്റെ ശുശ്രൂഷയാണ്. വിശ്വസിക്കുന്ന ദൈവമൊക്കെ സ്തോത്രം പറയണം. ഇന്ന് പകൽ ചിലതിനോട് യേശുവിന്റെ നാമത്തിൽ ആദരിടാൻ, ഇന്ന് ചിലതിനോട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കാൻ ഒരു അധികാരത്തിന്റെ കൈമാറ്റം. ഒരു പാവപ്പെട്ട ദൈവത്തിന്റെ ദാസൻ, വളരെ പ്രായമുള്ള കയ്യിലൊരു ഒരു ബൈബിൾ ഒരു യാത്ര അവിടുത്തെ ചുരുങ്ങി ബൈബിളുമായിട്ട് പത്രം വായിച്ചു. ഇപ്പോഴേ പുച്ഛം തോന്നി അടുക്കള വഴിയല്ല, അടുക്കള വെറുതെ അമ്മച്ചി ചായ ഒരു ചെറിയ അതുകൊണ്ട് മൊലാളി ചായ ചാണകത്തിനകത്ത് ആനക്കൊമ്പ ഒളിപ്പിച്ചു വെച്ചിട്ടില്ലയോ? ഇന്ന് റെയ്ഡ് നടക്കാം. ഇത് കേട്ട് കഴിയുകയും ഒരു വലിയ ഇടി വെട്ടുന്ന പോലെ ഹൃദയത്തിനകത്ത് ചാട്ടുളി കയറുന്ന പോലെ തോന്നി. കാല് താഴെ വെച്ചിട്ട് ചാടി ഇതുവഴി പ്രധാനമായ വിഷയത്തെ തൊട്ടപ്പോൾ പറയുന്നത് അഭിഷേകത്തിന്റെ ശുശ്രൂഷ, അധികാരത്തിന്റെ ശുശ്രൂഷ. ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറയണം. എബ്രായ ലേഖനം 9:14 യേശു കർത്താവിന്റെ പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധമാണ് ഞാനിവിടെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 9:14 എബ്രായ ലേഖനം, ഹീബ്രു 9:14. യേശു കർത്താവിനെ പടയാളികൾ
ഞാൻ ഇന്ന് പകരം പറയാം, യേശുവിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയതുകൊണ്ട്, ചാട്ടവാറ കൊണ്ട് അടിച്ചത് കൊണ്ടുമല്ല യേശു ക്രൂശിച്ചു വന്നത്. യേശു ക്രൂശിച്ചു വന്നത് തന്റെ മേൽ പകർന്ന അഭിഷേകത്താൽ, ആർക്കും വഹിക്കുവാൻ കഴിയാത്ത ക്രൂശ് ഇന്നലകൾ ചുമക്കുവാൻ നിനക്ക് ത്രാണി ലഭിച്ചത് സ്വന്തം ശക്തി കൊണ്ടല്ല. ആത്മാവിന്റെ മകൾ ദൂത് പറയുക, നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തിയാല് വിശ്വസിക്കുന്ന ദൈവമൊക്കെ സ്തുതിച്ചാരാധിക്കണം. ഇവിടെ ഞാൻ തളർന്നു പോകുമോ? ഇത് വഹിക്കുവാനുള്ള ശക്തിയുണ്ടോ? എന്നെ കൊണ്ട് ഇത് സാധ്യമാണോ എന്നത് ചിന്തിക്കുന്ന മണ്ഡലത്തിൽ ആത്മാവിന്റെ മകൾ ദൂത് പറയട്ടെ, നിന്നെ താങ്ങുന്ന ഒരു കരം നിന്റെ പുറകിലുണ്ട്. നിന്നെ പൈസ കരുതുന്ന ഒരു കരം നിന്റെ പുറകിലുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തുതിച്ചാരാധിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും ബിൽ ബ്രൈയെ പറ്റി വായിച്ചിട്ടുണ്ടോ? ബിൽ ബ്രൈ ശക്തനായ ദൈവത്തിന്റെ ദാസനാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നിന്നും കൺവെൻഷൻ പ്രസംഗിക്കുവാനായിട്ട് ദൈവദാസൻ കടന്നു പോകുമ്പോൾ രണ്ടാമത്തെ മകൻ രോഗിയായിട്ട് കണ്ടിട്ടാണ്, ചില ദിവസങ്ങളായി ഇത് കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം കൺവെൻഷൻ പ്രസംഗിക്കാനായിട്ട്. കൺവെൻഷൻ പ്രസംഗം ആരംഭിച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കുറിപ്പടി അദ്ദേഹത്തെ എഴുതി കൊടുത്തു. ഇദ്ദേഹം അത് വായിച്ചിട്ട് വീണ്ടും 1 മണിക്കൂറോടെ പ്രസംഗിച്ചു. കൺവെൻഷൻ പ്രസംഗത്തിന് ഒടുവിൽ സംഘാടകർ കൊടുത്ത ആ കുറിപ്പ് അദ്ദേഹം വായിച്ചു. അതിനകത്ത് പ്രകാരമായി, രോഗിയായിട്ട് നീ കണ്ട് പ്രാർത്ഥിച്ചു പോയ മകൻ മരിച്ചുപോയി, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രസംഗം നിർത്തി വീട്ടിലേക്ക് ഓടി വരിക. അദ്ദേഹം 2 ഞാൻ പ്രസംഗിക്കാനുള്ള കാരണം, ഞാൻ കൊച്ചു വീട്ടിലാണ് താമസിക്കുന്നത്. എന്റെ മോൻ പോയത് വലിയൊരു വീട്ടിലോട്ടാ പോയത്. ആ വെളിപാടുള്ള ദൈവമക്കൾ മാത്രം ഒരു സ്വത്രം പറയണം. നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ വീടൊക്കെ ഒന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. സമയം പോവുകയാണല്ലോ. സ്തോത്രം, 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 സ്തോത്രം. എങ്കിലും ആത്മാവിൽ യോഹന്നാനെ ദൈവം വെളിപ്പാടിൽ ആത്മവിശുദ്ധിയിൽ ഉയർന്നൊരു മലയിലേക്ക് കൊണ്ടുപോയി. യോഹന്നാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞാടിന്റെ കാന്തയാകുന്ന മണവാട്ടിക്ക് വേണ്ടി ദൈവം പണിത ഒരു ഭവനം സ്വർഗത്തിൽ നിന്ന് താഴേക്കിറങ്ങി വരികയാണ്. അദ്ദേഹം നോക്കിയപ്പോൾ സ്തോത്രം, അതൊരു വൻ നഗരമാണ്. അതിന് ചുറ്റും സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, മതിലുകളുണ്ട്. സ്തോത്രം, 12 ഗോപുരങ്ങളുണ്ട്. 12 ഗോപുരങ്ങളുടെ മേൽ അപ്പോസ്തലന്മാരുടെ പേരുകൾ കൊത്തി വെച്ചിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത് ആൾക്കാരായിട്ട് കൽപ്പന ലഭിച്ചു. 1200 നാഴിക എന്ന് വെച്ചാൽ ഗ്രീക്കിൽ 12,000 സ്റ്റേഡിയം. ഒരു സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ 606.25 അടി. സ്തോത്രം, 12,000 ഗുണം 606.25 അടി, 1378 ഇംഗ്ലീഷ് മൈൽ, 7 ഫർലോങ്, 180 ഗജം. ഗജത്തിന്റെ കണക്ക് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് എനിക്ക് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ 1500 മൈൽ. 1500 മൈൽ നീളം, 1500 മൈൽ വീതി, 1500 മൈൽ ഉയരമുള്ള ഒരു വലിയ കെട്ടിടത്തിന്റെ പണിയാ സ്വർഗത്തിൽ നടക്കുന്നതെന്ന്. ഈ സ്തോത്രം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ലോകത്തിലെ വലിയ കെട്ടിടങ്ങളിൽ ഒന്നായിരുന്നു അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ. 110 നിലകളുള്ള 1377 അടിയുള്ള അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ നിന്നത് 1 ഏക്കർ സ്ഥലത്തായിരുന്നു. അങ്ങനെയാണെങ്കിൽ 1500 മൈൽ നീളം, 1500 മൈൽ വീതി, 1500 മൈൽ ഉയരമുള്ള പുത്തനാമരശ്ശേരിയിൽ നിൽക്കുന്ന സ്ഥലത്തിന്റെ വിസ്തീർണം YSKL സാറ് തന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഞാൻ പറയാം. 121,70,10,123 ഏക്കർ 97 സെന്റ് സ്ഥലമാണ്. സ്വത്രം, അദ്ദേഹത്തിന്റെ ഭാഷ ഞാൻ പറയാം. 100 കോടി വിശ്വാസി രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ ചെന്നാലും പുത്തനാമരശ്ശേരിന് 1 നിലകൾ മാത്രമേ ഉള്ളെങ്കിലും കർത്താവ് തന്റെ പിതാവിന്റെ ഭവനത്തിൽ പല നിലകൾ പറഞ്ഞ ഒരു നില, ചർച്ചക്ക് ഒരു നില, ഏജിക്ക് ഒരു നില, ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പിന് എല്ലാം കൂടെ ഒരു നില. അങ്ങനെയൊന്നും ഇല്ല. സ്വർഗത്തിൽ ചെന്ന നമ്മളെല്ലാം ഒന്നാണ്.
ഞാൻ ഓർഡർ ഐക്യ കൺവെൻഷന് പ്രസംഗിക്കാൻ പോവുക. PC ചെറിയാൻ പാസ്റ്റർ അവിടെ പ്രസംഗിക്കേണ്ടത്, പാസ്റ്റർക്ക് അത് പോകാൻ പറ്റുന്നില്ല. അപ്പൊ എന്നെ പൈസ പറഞ്ഞു വിട്ടതാ. ഞാൻ ഒത്തിരി ഏജ് കുറവാ. ഞാൻ ചെന്നപ്പോഴേ എന്തോ പറഞ്ഞൊപ്പിക്കും 40 സഭകൾ ഒന്നിച്ച് ചേർന്ന് ഐക്യ കൺവെൻഷൻ, യൂണിയൻ കൺവെൻഷൻ. പ്രസംഗത്തെ ഞാൻ എഴുന്നേറ്റു. എനിക്ക് മനസ്സിലായി ഇന്ന് ഇവിടെ ചീറ്റി പോകത്തേ ഉള്ളൂ. കാരണം എല്ലാം വമ്പൻ പാസ്റ്റർമാരാ അവിടെ ഇരിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഉദാഹരണം ഒരു 10 നില പണി നമ്മുടെ നാട്ടിലേക്ക് മുളങ്ങൾ വെച്ച് കിട്ടും. നീരിനനുസരിച്ച് കല്ല് വെക്കാനും പണിത് മുകളിലോട്ട് കയറാൻ വേണ്ടി കുറച്ച് ആൾ കഴിയുമ്പോൾ അതെല്ലാം തേക്ക്, എന്നിട്ട് പെയിന്റ് അടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വെച്ച് കെട്ട ഞാൻ പറഞ്ഞ ഇത്രയുള്ളൂ കേട്ടോ. സഭയാകുന്ന പണിയുടെ പൂർത്തീകരണം ചെയ്യുന്നത് വരവേ ഇവിടുത്തെ നെയിംസ് ഉള്ളൂ. ചർച്ച് ഓഫ് ഗോഡ് ആണെങ്കിലും അസംബ്ലീസ് ഓഫ് ഗോഡ് ആണെങ്കിലും IPC ആണെങ്കിലും ഇതെല്ലാം സഭയുടെ പൂർത്തീകരണം വരെയുള്ള വെച്ചുകെട്ടുകളാണെന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യണേ. പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞത്. അതിന് ഒറ്റ നില മാത്രമേ ഉള്ളെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഷ 100 കോടി വിശ്വാസി രക്ഷിക്കപ്പെട്ട് പുത്തനാമരശിലേമിൽ ചെന്നാൽ YSKSന്റെ ഭാഷയാണ് ഒരാൾക്ക് ഒരേക്കർ 21 സെന്റ് സ്ഥലം. പ്രതീക്ഷയുണ്ടെങ്കിലൊക്കെ ഒരു സ്തോത്രം പറഞ്ഞോണം. സാറിന്റെ കണക്ക് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം ബിൽബഴി പറയാൻ കാരണം ഞാൻ കൊച്ചു വീട്ടിലാ താമസിക്കുന്നത്. എന്റെ മോൻ പോയിരിക്കുന്ന വലിയൊരു വീട്ടിലേക്ക്. രണ്ടാമത്തെ കാരണം അദ്ദേഹം പറഞ്ഞത് എന്റെ മോനെ മരിച്ചത്. പുത്രവിരക ദുഃഖം എനിക്കാവുള്ളത്. പക്ഷെ ഞാൻ പ്രസംഗിക്കാനുള്ള രണ്ടാമത്തെ കാരണം എന്റെ തലമേൽ പകർന്ന അഭിഷേകം ആനന്ദ തൈലത്തിന്റെ അഭിഷേകമാണ്. ദുഃഖങ്ങൾ തളം കെട്ടി നിൽക്കുന്ന മണ്ഡലത്തിലും സന്തോഷിക്കാൻ കഴിയാകുന്ന ഒരൊറ്റ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അഭിഷേകത്തിന്റെ ബലം തിരിച്ചറിയുന്ന ദൈവപൈതൽ. അക്കരമടിച്ച ആത്മാവിൽ ശക്തിയോട് ആരാധിക്കട്ടെ. ഓരോ ആഴ്ചകളും ആരാധിപ്പിക്കത്തില്ല, കൈ അടിപ്പിക്കത്തില്ല, അന്യഭാഷ പറയിപ്പിക്കത്തില്ല. ശത്രു വാദിക്കുമ്പോൾ ആത്മാവ് ദൂത പറയുക, നിന്റെ മേൽ പകർന്ന അഭിഷേക ആനന്ദ തൈലത്തിന്റെ അഭിഷേകമാണ്. എഫേസ്യരുടെ 1-ാം അധ്യായം 20-ാം വാക്യം. എഫേഷ്യൻസ് 1:20. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അടുത്ത വാക്യം. ഒരു സ്തോത്രം പറയുമോ? 19-ാമത്തെ വാക്യത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ആളവറ്റ വലിപ്പം. ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ യേശു കർത്താവിന്റെ ഭൗതിക ശരീരം എവിടാന്നറിയാമോ? യോസഫിന്റെ കല്ലറയിൽ യേശുവിന്റെ ഭൗതിക ശരീരം ഇരിക്കുമ്പോൾ ഒരു കാളവണ്ടിയുടെ ചക്രത്തിന്റെ വലിപ്പമുള്ള 10 ടൺ തൂക്കമുള്ള ഒരു കല്ലുരുട്ടി വെച്ചിരിക്കുന്നു. റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര പതിപ്പിച്ചിരിക്കുന്നു. സായുധ പട്ടാളം വാളും പിടിച്ച് അവിടെ നിൽക്കുന്നു. കള്ളക്കഥ ചമയ്ക്കുമെന്ന് ശിഷ്യന്മാർ മോഷ്ടിച്ചു പോയിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ് പട്ടാളത്തെ നിർത്തിയിരിക്കുന്നു. ഇത്രയും സാഹചര്യങ്ങൾ അവിടെ പ്രബലപ്പെട്ടു നിൽക്കുമ്പോൾ ആത്മാവ് ഞാൻ പറയട്ടെ, അവൻ കല്ലുള്ളപ്പോൾ, അവൻ മുദ്ര വെച്ചപ്പോൾ, പട്ടാളക്കാരുള്ളപ്പോൾ, 3-ാമത്തെ ദിവസം പുനരുദ്ധാനത്തിന്റെ ശക്തി, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ശക്തി കല്ലറയ്ക്കകത്തേക്ക് ഇറങ്ങി. പ്രാർത്ഥിക്കുന്ന സഹോദരി, പ്രാർത്ഥിക്കുന്ന സഹോദര, ഇന്ന് പകൽക്കാല് നിന്റെ വിടുതലിനെതിരെ ശത്രു കല്ലു വെക്കട്ടെ, അവൻ മുദ്ര പതിപ്പിക്കട്ടെ, പട്ടാളത്തെ നിർത്തട്ടെ. ഈ സഭായോഗത്തില് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ശരീരത്തിന്മേൽ ഇറങ്ങട്ടെ.
ഇന്ന് പകൽ ഇവിടെ ആരാധിക്കുമ്പോൾ ചില ശരീരങ്ങളുടെ വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ ഇവിടെ ആരാധിക്കുമ്പോൾ ഓഫീസുകളിൽ ചില വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ ഇവിടെ ആരാധിക്കുമ്പോൾ രമന അഡബ ജഗന രഗതന വംശല ചില ഫയലുകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുക. ഇന്ന് പകൽ ഇവിടെ ആരാധിക്കുമ്പോൾ ചില തലമുറകളുടെ മേൽ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം അവൻ ഇവിടെ ആരാധിക്കുമ്പോൾ നിന്നെ നാളുകളായി ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന, നിന്നെ കരയിപ്പിച്ച, നിന്നെ അവൻ തല കുനിച്ച ചില വിഷയത്തിന് മേൽ ദൈവശക്തി വ്യാപരിച്ചു തുടങ്ങുന്നു. ഉയർത്തെഴുന്നേറ്റത് ആത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്കായിരുന്നു യേശുവിന്റെ ജീവിതം. ഇന്ന് രാവിലെ സമയം സ്തോത്രം പറയണം. നിന്റെ ജീവിതം ആത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുകാകട്ടെ. ഈ ആരാധന കഴിഞ്ഞ് നിന്റെ ഭവനത്തിനകത്തേക്ക് പാദം ചവിട്ടുമ്പോൾ അന്ധകാര ശക്തികൾ തിരിച്ചറിയട്ടെ, പോയ വ്യക്തിയല്ല, അഭിഷേകത്തിന്റെ നിറവിന്റെ മേൽ വ്യാപരിക്കുന്നു. നിന്നെ പരാജയപ്പെടുത്തുമെന്ന്, നിന്നെ നിവേദനിപ്പിക്കുമെന്ന്, നിന്നെ ഭാരപ്പെടുത്തുമെന്ന് ദേശത്തിന്റെ ആധിപത്യങ്ങൾ വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് പകൽ മടങ്ങി പോകുന്നത് ആത്മാവിന്റെ കൈമാറ്റത്താൽ. ഈ ആത്മശക്തി നമുക്ക് എങ്ങനെ പ്രാപിക്കാനായിട്ട് കഴിയും? യേശു അവൻ പറഞ്ഞു, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കാം. ലൂക്കോസ് 24:49. അവൻ സ്വന്തം അവൻ ഉയരത്തിന്റെ ശക്തി പ്രാപിക്കുമ്പോഴും നഗരം വിട്ടു പോകരുത്. ഒന്ന്, ഇത് കാത്തിരുന്ന് പ്രാപിക്കേണ്ടുന്ന ശക്തിയാ. ചേർന്ന് സ്വത്രം പറയുമോ? ഉദാഹരണം, സെഹിയോന്റെ മാളിക മുറിയിൽ 120 പേര് 10 ദിവസമായിട്ട് കാത്തിരിക്കുക. അവിടെ പ്രാർത്ഥനാ വിഷയം ഒന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ. ഉയരത്തിന്റെ ശക്തി വേണം, ഉയരത്തിന്റെ ശക്തി വേണം. ചില നാളുകളായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടോ? ഇതുവരെ പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. നിന്റെ വിടുതലിന്റെ പകലായി ഇന്ന് പകൽ മാറട്ടെ. അന്തൽ കമന ഹഡക ജഗന 120 പേര് കാത്തിരിക്കുക. 10ാമത്തെ ദിവസം പെന്തക്കോസ്ത് നാള്. ആമൻ സ്വത കോട്ടിയെ കാറ്റടിക്കുന്ന പോലെ, അഗ്നിജ്വാല പോലെ പുലർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തരുടെ മേൽ പതിയാൻ തുടങ്ങി. ഇന്ന് പകൽ ആത്മാവ് ചിലതിന് മേൽ പതിയട്ടെ. നാവിനെ ദൈവം തൊടട്ടെ. യേശുവിന്റെ നാമത്തില് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ആത്മനിറവ് വേണ്ടിയവര് ഇന്ന് മകൾ സ്തുതിച്ചാരാധിക്കുക. ശബാരധന ഹധന അധര മന റബ രഗദൽ ഖടക അക്ഷസഫൽ പൗഡ ദഗന അന്തല ഹട്ടല ഭക്ഷവൻ അന്തല ഉടബ ചടബം ധരബം 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 ധരബ ഉടബ ചടബ തരബ തരബം ധരബം ധരബ കരമടിക്കണമോ? കരമടിച്ചു തുടങ്ങ. കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകം നടക്കട്ടെ. അവൻ കണ്ണുകൾ അടച്ച് ആത്മാവി സ്തോത്രം ചെയ്ത് തുടങ്ങ. യേശുവിന്റെ നാമത്തിൽ ഒരു പകർച്ച നടക്കട്ടെ. ധ്യാനപ്പെട്ട പ്രിയപ്പെട്ടവര് ആത്മനിറവിനായി ഏൽപ്പിച്ചു കൊടുക്കട്ടെ. റഗ രബ ധന ധന. ശബ്ദമുയർത്ത്, ശബ്ദമുയർത്ത്, ശബ്ദമുയർത്ത്. ഈ പൈതന്റെ മേൽ ആത്മശക്തി ഇന്ന് പകൽ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ഈ പൈതന്റെ മേൽ ആത്മശക്തി ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. രഥ 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 അഡ മന ധന 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 അഡ ജഗ ദേവ ലവ രവ രവ. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. ഇത് വിടുതലിന്റെ ഫലകാലമാണ്. യേശുവിന്റെ നാമത്തില് ഒരു കവിഞ്ഞൊഴുക്ക്, കവിഞ്ഞൊഴുക്ക്. റബ രഥ രബ ധന ധന ധന. ഒരു ആത്മാവിന്റെ നിറവ് യേശുവിന്റെ നാമത്തില്. റൈഷ മാര ഹത്തര ധമന അന്തൽ കമന ഹസ്ത ജാന. യേശുവിന് അധികാരമുള്ള നാമത്തില്, യേശുവിന് അധികാരമുള്ള നാമത്തില്. റബ രഥ അടവ ചടയം ധരവ. ആത്മാവിന്റെ നിറവായി, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയായി, യേശുവിൻ നാമത്തിൽ ഓരോരുത്തരുടെ മേൽ ശബാരധന ഹധുന മന റമന ഉടബ ചടക തുരക ചടബ ധരബം അടബ ചടക തെരക 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 തെരബം തെരബം തെരബം. കൈവച്ച ശക്തി സ്തെഫാനോസ് നിമിത്തം, ഫിലിപ്പോസ് നിമിത്തം വലിയ ഉണർവ് ശമരിയ പട്ടണത്തിലുണ്ടായി. പത്രോസും യോഹന്നാനും ഇതറിഞ്ഞ സഭ അവരെ അങ്ങോട്ട് വിടുകയാ. അവിടെ ചെറുപ്പത്തിനെ പ്രസംഗിച്ച് കൈവച്ചപ്പോൾ, നിയോഗമുള്ള അഭിഷക്തന്മാർ തലയിൽ കൈവെക്കുന്നത് വെറുതെയല്ല. കൈവച്ചപ്പോൾ അവരുടെ മേൽ ആത്മാവിന്റെ അഭിഷേകം കൈമാറിയെന്ന്.
രക്തത്താജയം. ചില യോഗങ്ങളിൽ ആത്മനിയോഗത്തോടെ കൈവെക്കുമ്പോൾ അതിനെ തട്ടിക്കളയരുത്, അതിനെ റിസീവ് ചെയ്യ്. നിന്റെ മേലൊരു പകർച്ച ഇന്ന് പകൽക്കാലം ആത്മാവ് കൈമാറാൻ പോകുക. പിടിച്ചു നിർത്താൻ കഴിയാത്ത ആത്മമണ്ഡലത്തിന്റെ ശക്തമേറിയ വ്യാപാരം ഈ സഭായോഗത്തിന് ജനത്തിന് മേൽ വ്യാപരിച്ചു തുടങ്ങട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കൈവച്ചില്ല, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവരുടെ മേൽ കൈമാറിയെന്ന്. ഇന്ന് മകൻ നിനക്കൊരു ദാഹമുണ്ടെങ്കിൽ, ഒരാഗ്രഹമുണ്ടെങ്കിൽ, ഇവിടെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിന്റെ പകർച്ചയാവരിക്കുക. അനുസരിക്കുന്നവരുടെ മേൽ പകരുന്ന ദൈവത്തിന്റെ ആത്മാവ്. ഇന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകുക, ആത്മാവിനെ വിധേയപ്പെടുത്താൻ തയ്യാറാകുക. മത്സര മനോഭാവത്തോടെ അല്ല, ആത്മാവിനെ വിധേയപ്പെടുത്തട്ടെ. അവൻ പുതിയ വീഞ്ഞ് പഴയ തുരുത്തിക്കകത്ത് പകരത്തില്ല, പകർന്ന തുരുത്തി പൊളിഞ്ഞു പോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിക്കകത്ത്. ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വല്ലതും ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് പകലും ഏറ്റെടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യുക. ഒരാത്മാവിന്റെ പകർച്ച ജനത്തിന് മേൽ കൈമാറട്ടെ. ശബാരധന ഹതുല മന റബൽ ഘടകം തരം അദുൽ ഖമന ഹത്തര ജുഡമന ഹംദര അഡബൽ പ്രവാദികൾ ഘടകം തരബം തരബം തരബ ഐഷ സൈദൽ ഘടക തുരക ചെടബം തരബ അംദൽ. ആമേൻ. പൗലോസ് പറയുന്നു, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം ഞങ്ങളുടെ മൺകൂടാരങ്ങളുടെ മേൽ പകർന്നിരിക്കുക. ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിന്റെ ദാനം ചില മൺകൂടാരങ്ങളുടെ മേൽ പരിശുദ്ധാത്മ പകരുക. റബ അഡബ ജമന റമന ഹംദര. ആ ബൈബിൾ ഒന്ന് മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് കരമടിച്ച് ആത്മാവിലൊന്ന് ആരാധീര്. ആത്മാവിന്റെ ശക്തിയുടെ വലിയ പകർച്ച ഇന്ന് പകൽക്കാലം ഇവിടെ വ്യാപരിക്കട്ടെ. ആ ശബ്ദം ഉയർത്തി ആരാധിക്കുക. കൊതിയോടെ ഇന്ന് പകൽ ദൈവസനെ കൊതിക്കുന്നു. ഞാൻ ഇന്ന് പകൽക്കാലം വിളിച്ചു ചോദിക്കുന്നു, 2024 വർഷങ്ങൾക്കപ്പുറത്ത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കുക. ദാസരൂപമെടുത്ത് സ്ത്രീയുടെ ഉദരത്തിൽ മനുഷ്യനായി ജനിച്ച് 30 തിരുവയസ്സ് മാതാപിതാക്കൾക്ക് 30ാമത്തെ തിരുവയസ്സ് യോർദാൻ നദിയിൽ പരിശുദ്ധാത്മ പ്രാപിക്കുകയും ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചു. അടുത്ത 3.5 വർഷക്കാലം ദൈവരാജ്യം പ്രസംഗിച്ച് രോഗികളെ സൗഖ്യമാക്കി, വിശക്കുന്നവർക്ക് ആഹാരം, മരിച്ചവരെ ഉയർപ്പിച്ച് ദൈവരാജ്യം പ്രസംഗിച്ചു. ശിഷ്യനാകി കൊടുത്ത് പീലാത്തോസ് വിസ്തരിച്ച് യഹൂദന്മാരെ ക്രൂശിച്ച് കാൽവറിയുടെ കുലമരത്തിൽ അടി മുതൽ മുടി വരെയും അടികളേറ്റ് നാസിക ചതഞ്ഞ് കണ്ണുകൾ കലങ്ങി കൈകാലികൾ കാലിലും പാണികളാൽ തകർക്കപ്പെട്ട് അടി മുതൽ മുടി വരെയും അടികളേറ്റ് അവസാനത്തെ തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഊറ്റി തന്ന് ആ ക്രൂശിൽ ചുമന്നുകൊണ്ട് യെരൂശലേമിന്റെ തെരുവീതിയിലൂടെ വീണ്ടും എഴുന്നേറ്റ് ഗോൽഗോഥായുടെ കുലക്കരത്തില് 2 കള്ളന്മാരുടെ നടുവില് ആകാശത്തിനും ഭൂമിക്കും നടുവിൽ ന്യായപ്രമാണത്തിന് കൃപായുഗത്തിന് നടുവിൽ നമുക്ക് വേണ്ടി അവൻ സ്വന്തത്തോട് തലചായ്ച്ചു പ്രാണനെ വെടിഞ്ഞ ഈ യേശു എന്റെ രക്ഷകനാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം നൽകി തന്നിരിക്കുക. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ യേശുവിനെ കർത്താവിന്റെ ഹൃദയത്തിൽ വിശ്വസിച്ച് വായികൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടുന്നവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുമെന്ന്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇന്ന് പകൽക്കാലം ഇതുവരെയും
കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാത്ത കുട്ടികളാകട്ടെ, ഏത് പ്രായത്തിലുള്ളവരുമാകട്ടെ, ഇന്ന് പകൽക്കാലം കർത്താവേ, കാൽവരിയിൽ അവിടുന്ന് മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന കർത്താവേ, അങ്ങയുടെ പൈതലായിട്ട് എനിക്ക് ജീവിക്കണം, എനിക്ക് കർത്താവിനെ വേണം. എല്ലാ കണ്ണുകളും അടയ്ക്കുമ്പോൾ ഇതുവരെയും രക്ഷിക്കപ്പെടാത്ത പ്രിയപ്പെട്ടവർ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത പ്രിയപ്പെട്ടവർ, ഇന്ന് പകൽക്കാലം കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, രണ്ട് കാര്യം ഏത് സമയത്ത് നടക്കും. ഒന്ന്, നമ്മുടെ മരണമാണ്. എപ്പോഴാണ് നടക്കുന്നത് ആർക്കും പറയത്തില്ല, പറയാൻ പറ്റൂല. രണ്ട്, ആമേൻ സ്തോത്രം, കർത്താവിന്റെ വരവാണ്. എപ്പോഴും സംഭവിക്കുക. നീ കൈവിടപ്പെട്ടു പോകരുത്. ജീവപുസ്തകത്തിൽ പേരെഴുതിയില്ലെങ്കിൽ ഈ പൊയ്യിൽ തള്ളിയിട്. ഞാൻ ഗൗരവത്തോട് ചോദിക്കുക, ആരെങ്കിലും ഇന്ന് പകൽക്കാലം യേശുവിനെ വേണ്ടി ഹൃദയം കൊടുക്കാനുണ്ടെങ്കിൽ എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചാട്ട്. പല കുഞ്ഞുങ്ങളുടെ കരങ്ങൾ ഞാൻ കാണുന്നു. ഈ കുഞ്ഞുങ്ങളെ എന്റെ ദൈവം അനുഗ്രഹിക്കട്ടെ. രണ്ടാമതായിട്ട് ഞാൻ വിളിച്ചു ചോദിക്കുന്നു, പാപമൊന്നും ചെയ്തിട്ടില്ല, യേശു പിതാവിന്റെ കൽപ്പന അനുസരിക്കുവാൻ യോർദാൻ നദിയിലേക്ക് ഇറങ്ങി വരുവാനായിട്ടിടയായി. ഇന്ന് പകൽക്കാല കർത്താവേ, അവിടുത്തെ മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്ന സ്നാന ശുശ്രൂഷയ്ക്ക് ഞാൻ ഒരുക്കമാ കർത്താവേ. ഒരവസരം താ കർത്താവേ, ഞാൻ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെടാം. യേശു മാതൃക കാണിച്ചു തന്ന കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്ന ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുന്ന കർത്താവ്, എല്ലാ കണ്ണുകളും അടയുമ്പോൾ അക്കരം തലയ്ക്ക് മീതെ ഉയർത്തിപ്പിടിച്ചാട്ട് സ്നാനത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. റഖന അതുൽക്കമന ഹസ്തജാലഗദന അഡബൽപവ ദിഗക്ഷസിയാര. ആമേൻ. ആ കരങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുക. കുഞ്ഞേ, ദൈവം നിങ്ങൾക്ക് നൽകി തരുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗ്യപരമായിട്ടുള്ള അവസ്ഥയാണ് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുന്നത്. ഇനിയും ആരുണ്ട്? പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ആമേൻ ദൈവകൃപയിലേക്ക് നയിക്കുവാൻ കഴിയാതെ ഒതുക്കി വച്ചിരിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. ഇതുവരെയും അഭിഷേകം പ്രാപിക്കാത്ത പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ കർത്താവേ, ഇന്ന് പകൽ എന്നെ നിറയ്ക്കണമേ. ഒരു നിമിഷം എല്ലാവർക്കും ദൈവസന്നിധിയിലെ എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നിൽക്കാം. കരമുയർത്തിയ കുഞ്ഞുങ്ങളെല്ലാം മുൻപോട്ട് വന്നാട്ടെ, മുൻപോട്ട് വന്നാട്ടെ. നിങ്ങൾ നിരയായിട്ട് നിന്നാട്ടെ. കരമുയർത്തിയ കുഞ്ഞുങ്ങളെല്ലാം മുൻപോട്ട് വന്നാട്ടെ. റഗന ഹദ്ദര. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ഒരു കൈമാറ്റം, ആത്മാവിന്റെ ഒരു കൈമാറ്റം. അബ്ദുൽ ഖമന ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. ആൺകുഞ്ഞുങ്ങൾ കരമുയർത്തി വരെ മുമ്പോട്ട് വന്നാട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ശബാരധന അടബ ചടക തുരക തരക തരവ തരവ അന്തൽ കമന അടബ ചടകം തരവം തരവം ഷാദൽ ഘടക. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇവിടെ മേലൊരു അഭിഷേകം നടക്കട്ടെ. ഇവിടെ മേലൊരു ദൈവം വ്യാപരിക്കട്ടെ. ഇവിടെ മേലൊരു ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. റഗൽ ഘടക സിയാര അന്തൽ കമന അടകച്ച സിയ. സ്നാനത്തിന് വേണ്ടി സമർപ്പിച്ച കുഞ്ഞുങ്ങള്